and we are very glad to be part of this program, and we are very happy to conduct the first session of this webinar series. And I would like to thank Riju sir and Jijo sir for helping us to conduct this program. Thank you, sir. And let me welcome our Sajid sir. He is a well-known expert in our field, and he has many contribution in our field. And currently, he is working as a professor in transfusion medicine department in GMC Thrissur, and he is also working as a district nodal officer for blood transfusion service. And now his today's topic is blood donor motivation and retention strategies. Welcome you, sir, and please continue, sir. Thank you, Anuba, for the kind words and this opportunity. എനിക്ക് തോന്നുന്നു മലയാളം അറിയാത്തവരുണ്ടോ? എല്ലാവർക്കും മലയാളം അറിയാമോ? എല്ലാവർക്കും മലയാളം അറിയാം, സർ. അറിയാം. അപ്പം എനിക്ക് തോന്നുന്നു മൈറ്റ് ബി ബെറ്റർ ടു കമ്മ്യൂണിക്കേറ്റ്. കുഴപ്പമില്ല, മലയാളത്തിൽ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല സർ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ താങ്ക്സ് പറയാണ്. കാരണം 2 റീസൺസ് ഉണ്ട്. ഒന്ന്, നമ്മൾക്കൊരു 1 hour അല്ലേ, മാക്സിമം 1 hour അല്ലേ, 40 minutesലൊക്കെ ഞാൻ പറയാം. ഇതൊരു വളരെ ഒഫീഷ്യൽ ക്ലാസ് പോലെയല്ല, വളരെ കംഫർട്ടബിളി ആണ്. കാരണം എനിക്ക് ചെറിയ ക്രൗഡ് എപ്പോഴും എനിക്ക് കൺവീനിയന്റ് ആണ്. അപ്പം അത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചാറ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പോലെ ആയിരിക്കും. ഞാൻ മുൻപ് പറഞ്ഞ പോലെ 2 കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ട്രാൻസ്ഫ്യൂഷൻ മെഡിസിനിൽ എത്തിയെങ്കിലും ഫോർ സം റീസൺ എനിക്ക് അറിഞ്ഞൂടാ, വോളണ്ടറിയിലോട്ട് ഞാൻ പുഷ് ചെയ്യപ്പെടുക. ബൈ ഡിഫോൾട്ട് ഞാൻ എക്സ്ട്രോവേർട്ടോ അല്ലെങ്കിൽ വളരെയധികം സോഷ്യൽ ഗ്യാതറിങ്സ് ഒന്നും കണ്ടക്ട് ചെയ്യുന്ന നേച്ചറിലുള്ള ആളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആണെന്ന് തോന്നുന്നു, അറിയില്ല. പക്ഷെ എന്തുകൊണ്ടോ ആ ഒരു കാര്യത്തിലോട്ട് കൂടുതൽ ഇൻവോൾവ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് എനിക്ക് ബിലീവേഴ്സിനോടും അനൂപയോടും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട്. കാരണം ടോക്കുകളുടെ ഒരു വൻ കാലം ഉണ്ടായിരുന്നു. അതായത് എനിക്കറിഞ്ഞൂടാ, അത്രയും ഫ്രീക്വൻ്റ്ലി ടോക്കുകൾ, പ്രത്യേകിച്ചും വെബിനാറുകൾ ചെയ്തിരുന്ന ഒരു കാലമുണ്ട്. പക്ഷേ ഒരു വർഷവും മറ്റായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതലായി എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ, എന്തുകൊണ്ട് ഒരു ടോക്ക് ഉണ്ടായിട്ടില്ല. സയന്റിഫിക് ടോക്സ് ഉണ്ടായിട്ടില്ല, വളണ്ടറി ബ്ലഡ് ഡൊണേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോക്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന് കുറച്ച് നാൾക്ക് ശേഷമുള്ള ഒരു എൻട്രിയോ അല്ലെങ്കിൽ ഒരു കിക്ക് സ്റ്റാർട്ട് ആണ് എന്നുള്ളതിന് ഒരു നന്ദി കൂടെ ഞാൻ പറയുന്നു. അപ്പൊ ഞാൻ ഒരു വളരെ ഫോർമൽ ആയിട്ടുള്ള സ്ലൈഡ്സ് ഒന്നും അല്ല, എങ്കിലും ഒരു നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു കൺവീനിയൻസിന് ഉള്ളൊരു സ്ലൈഡ് കൂടെ ഇട്ടിട്ടുണ്ട്. ഞാനപ്പം അതിലൂടെയൊക്കെ ഒന്ന് കടന്നു പോവാം. എനിക്കറിയുന്നതും അല്ലെങ്കിൽ എനിക്ക് നമ്മളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിൻ്റെ എല്ലായിരിക്കും പറയുന്നത്. ഞാൻ അതിനു മുമ്പ് രൂപയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ എത്രയാ നമ്മളുടെ ഒരു ത്രൂപുട്ട് എത്രയായിരുന്നു അവിടുത്തെ ബ്ലഡ് ബാങ്കിന്റെ? സർ, മന്ത്ലി ഒരു അറൗണ്ട് 400-500 ആ ഒരു കളക്ഷൻ ആണ് യൂഷ്വലി. ഓക്കെ ഫൈൻ. ഒരു മീഡിയം ലെവൽ 6,000 to 7,000 റേഞ്ചിൽ, അതായത് ഒരു സ്ട്രോങ് ബ്ലഡ് ബാങ്ക്. അതെ, സ്ട്രെങ്തൻ ചെയ്യാനല്ലേ. ഓക്കെ ഫൈൻ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. സോ എനിക്ക് തോന്നുന്നു എല്ലാവരും അവിടുത്തെ സ്റ്റാഫാണ്, അല്ലാതെയും കുറച്ച് പേരുണ്ടെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാനപ്പം പതുക്കെ ഒന്ന് സ്ലൈഡ് ഷെയർ ചെയ്ത് മുന്നോട്ട് പോവാം. ഒരു സെക്കൻഡ്. സ്ക്രീൻ സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഓക്കെ. അപ്പം ഇത് ജസ്റ്റ് അതിനങ്ങനെ ഒരു പേരിട്ടു എന്നേ ഉള്ളൂ, ഫ്രം ഗ്ലോബ് ടു ഗ്രൗണ്ട് എന്നുള്ളത്. അതിന് ഒരു പ്രസക്തി ഒന്നുമില്ല, പക്ഷെ ഉണ്ട്. കാരണം ഈ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഒരു ഗ്ലോബൽ ആസ്പെക്റ്റ് ആണ്. അത് നമ്മളുടെ ഒരു ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ടോക്കിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നമ്മളുടെ ഹിസ്റ്ററി ഒക്കെ അറിയാം. ഞാൻ പിന്നെ ആ കുറെ സ്ലൈഡ്സ് ഒക്കെ കട്ട് ചെയ്തു, കാരണം
പിന്നെയും അത് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട്, ബിക്കോസ് നമ്മളുടെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ എന്ന് വെച്ചാൽ മെഡിക്കൽ സയൻസിലെ ബാക്കി ബ്രാഞ്ചസിനെ അപേക്ഷിച്ച് ഒരു കുഞ്ഞാണ്. ബിക്കോസ് ഒരു 120 years ഒക്കെ ഉള്ളൂ. അതിന് മുമ്പ് ട്രാൻസ്ഫ്യൂഷൻ ട്രൈ ചെയ്തിരുന്നു, അനിമൽ ടു അനിമൽ, അനിമൽ ടു മാൻ, മാൻ ടു മാൻ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബ്ലഡ് ഈസ് ലൈഫ് എന്ന് അവർക്ക് അറിയായിരുന്നു, പക്ഷെ കുറെ എക്സ്പെരിമെന്റ്സിൽ തോറ്റുപോയി. കുറെ ഒക്കെ സക്സസ്ഫുൾ ആയി കാണണം. ഹിസ്റ്ററി നമുക്ക് മുഴുവൻ വിശ്വസിക്കാൻ വയ്യ. വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യം വെച്ചാൽ 2 റീസൺ ആയിരുന്നു അന്നത്തെ മരണത്തിനൊക്കെ കാരണം. ഒന്ന്, ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നു എന്നുള്ളത്. അത് ഒരു ആന്റികോഗുലൻസ് ഒക്കെ കണ്ടുപിടിച്ചതോടെ ശരിയായി. ദെൻ കെയിം ദ ഹിസ്റ്റോറിക് ഡിസ്കവറി, അതായത് നമ്മളുടെ എബിയോ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റംസ്. അത് കണ്ടുപിടിച്ചതോടെ വലിയൊരു ഇഷ്യൂ ഒഴിവായി. എന്നിട്ടാണ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ എന്നുള്ള ഫ്രറ്റേണിറ്റി പ്രോപ്പറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നത്. പിന്നീട് ഫേസ് ചെയ്തൊരു ഇൻഫെക്ഷൻസ് ആയിരുന്നു. TTD സ്ക്രീനിങ് വന്നു, ക്വാളിറ്റി വന്നു, സേഫ്റ്റി വന്നു. ഇങ്ങനെ ഓരോ ഡെക്കേഡിലും ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ നമുക്കറിയാം ഓട്ടോമേഷനും റോബോട്ടിക്സും ഹൈ എൻഡ് ടെക്നോളജി എല്ലാം നമ്മളുടെ സയൻസിൽ വന്നു. ഇതെല്ലാം അങ്ങനെ ഇരിക്കെ തന്നെ അതിന്റെ കൂട്ടത്തിൽ ഇവർ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ് വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ. സോ നമുക്കറിയാവുന്ന ഒരു ബേസിക് സയൻസ് ഉണ്ട്, ദർ ഇസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്ലഡ്. അത് ജനറസ് ഡോണേഴ്സ് അല്ലെങ്കിൽ രക്തദാതാക്കളിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടൂ എന്നുള്ളൊരു ട്രൂത്ത് അറിയാം. ആൻഡ് ബീങ് ബ്ലഡ് ബാങ്കേഴ്സ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഡോണേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. വോളണ്ടറി ബ്ലഡ് ഡോണേഴ്സ് ഒബ്വിയസ്ലി വിച്ച് ഇസ് കൺസിഡേർഡ് ആസ് ദ ബെസ്റ്റ്. കാരണം ഇൻഫെക്ഷൻസിന്റെ റേറ്റ് കുറവാണ്, TTD ട്രാൻസ്മിഷൻ ചാൻസസ് കുറവാണ് എന്നുള്ളത് തന്നെയാണ്. ബട്ട് 100% വോളണ്ടറി അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഫാമിലി അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ഡൊണേഷൻ ഒഴിവാക്കാൻ പറ്റില്ല. സോ അവർ ക്വസ്റ്റ്യൻ ഈസ് ഹൗ ടു മൂവ് ടുവേർഡ്സ് 100% വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് or as a state or national or whatever it is എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ദർ ഇസ് സംതിങ് നോൺ ആസ് പ്രൊഫഷണൽ ഡൊണേഷൻ. പൈസയ്ക്ക് ബ്ലഡ് കൊടുക്കുന്നു എന്നുള്ളത് അത് ബാൻഡാണ്, അത് ക്രൈമാണ്. സ്റ്റിൽ മണി അഫയേഴ്സ് ബ്ലഡ് ഡൊണേഷനിൽ നടക്കുന്നുണ്ടോ നമ്മളുടെ നേരറിവിലില്ലെങ്കിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ എനിക്ക് തോന്നുന്നത്. ആൻഡ് മണിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടാവുന്ന ഒരു ഗിഫ്റ്റും ഒന്നും കൊടുക്കരുതെന്ന് തന്നെയാണ് ബൈ റൂൾ ഉള്ളത്. അത് എന്ത് ഞാൻ പറഞ്ഞാലും ഇറ്റ് ഈസ് സോ. അപ്പം ഈ പ്രൊഫഷണൽ ഡൊണേഷൻ എന്നുള്ളത് കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ചെയ്യണമെങ്കിൽ വോളണ്ടറി ബ്ലഡ് ഡൊണേഷനെ പുഷ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരിക. റീപ്ലേസ്മെന്റ് ഡൊണേഷൻ എന്നുള്ള ഒരു സംഭവത്തെ കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്യണമെങ്കിൽ അത് പൈസയുടെ മാത്രമല്ല, ബുദ്ധിമുട്ടിന്റെയും സ്ട്രെസ്സിന്റെയും എല്ലാം ഒരു ആസ്പെക്ട് റീപ്ലേസ്മെന്റ് ഡൊണേഷനിലുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിലും നമുക്ക് വോളണ്ടറി ബ്ലഡ് ഡൊണേഷനെ പുഷ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്കൊരു സൊല്യൂഷൻ. സോ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം. ഞാൻ ബേസിക്കലി തൃശ്ശൂർ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറാണ്. അപ്പൊ കുറച്ച് തൃശ്ശൂരിന്റെയും കൂടെ ഡാറ്റ ഉണ്ടായിരിക്കും. ബേസിക്കലി ഇത് പഴയൊരു ഡാറ്റയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കേരളത്തിൽ അന്ന് 82% ആണ് പറഞ്ഞത്, ഇപ്പം 90യുടെ അടുത്തുണ്ട്. സ്റ്റിൽ പ്യുവർ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ആണോ, അതായത് വോളണ്ടറി ഇൻ ദ സെൻസ് എ ഡോണർ ഇസ് കമ്മിങ് നോട്ട് ഫോർ എനി പേഷ്യൻ എന്നുള്ളതാണോ ചോദിച്ചാൽ അല്ല. കാരണം മുമ്പ് എടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെ വോളണ്ടറി നോക്കിയാൽ നമ്മളുടെ കേരളത്തിൽ ഒരു 33% തന്നെ, അല്ലെങ്കിൽ 1/3 ഒക്കെ തന്നെ പ്യുവർ വോളണ്ടറി എന്ന് പറയാൻ പറ്റില്ല. രക്തബാങ്കിലോട്ട് വരുന്നു, സാറേ എന്റെ ബ്ലഡ് എടുത്തോ, ഏത് രോഗിക്ക് വേണമെങ്കിൽ കൊടുത്തോ എന്ന് പറയുന്നത്. അതാണ് പ്യുവർ വോളണ്ടറി, അല്ലെങ്കിൽ നമ്മൾ ക്യാമ്പിൽ പോയി കളക്ട് ചെയ്യുന്നത്. അവിടെ നിന്നും പതുക്കെ ഒരു റീപ്ലേസ്മെന്റിനും വോളണ്ടറിക്കും ഇടയ്ക്ക് അതൊരു 2 സോളിഡ് ബാൻഡ് അല്ല, ഇറ്റ്സ് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നെക്സ്റ്റ് ചിലപ്പം വോളണ്ടറി ആയിട്ട് കുറെ പേരെങ്കിലും കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. വോളണ്ടറി ബ്ലഡ് ഡോണർ ഏജൻസീസിന്റെ ആൾക്കാർ ഒരു പേഷ്യന്റിന് വേണ്ടി വരുന്നത് വോളണ്ടറി ആണോ, ആണ്, അതിലെനിക്ക് തർക്കമൊന്നുമില്ല. സ്റ്റിൽ പേഴ്സണലി ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് പ്യുവർലി വോളണ്ടറി. കാരണം ഒരാൾ വരുന്നു അതിനായിട്ട്, ആ പേഷ്യന്റ് എസെൻഷ്യൽ നീഡിലാണ്. സോ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഹിസ്റ്ററി മാറ്റി വെക്കണോ വേണ്ടയോ എന്ന് ഒരു പക്ഷേ അവർക്ക് സംശയം തോന്നിയേക്കാം. സോ ദർസ് എ ചാൻസ് അതിൽ നിന്ന് അവിടെ തുടങ്ങുവാണ്. ആ ഒരു അൺറിലേറ്റഡ് ഡോണറിന് പകരം ഒരു ഫ്രണ്ടാണ് വരുന്നതെങ്കിൽ കുറച്ചുകൂടെ റിസ്കിയാണ്. റിലേറ്റീവ് ആണെങ്കിൽ അതിനേക്കാൾ റിസ്കിയാണ്. സ്കേഴ്സിറ്റി ഉണ്ട്. വന്ന് ഡെഫറായതിനു ശേഷം വേറൊരാൾ വരികയാണെങ്കിൽ അഗെയിൻ ദേ മേ മാസ്ക് തിങ്സ് ആൻഡ് ഓൾസോ ആ ഒരു ഗ്രേഡ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. സോ ദ ബെസ്റ്റ്, ഒരു സംശയമില്ല, ദ ബെസ്റ്റ് ഈസ് പ്യുവർ അൺഇൻറ്റൻഷനലായിട്ട് ഒരു പേഷ്യന്റിന് വേണ്ടി അല്ലാതെ കൊടുക്കുന്നത് തന്നെയാണ് ദ ബെസ്റ്റ് എന്നുള്ളതാണ്.
ആൻഡ് മെജോറിറ്റി ആർ റീപ്ലേസ്മെന്റ് ഡോണേഴ്സ്. നമ്മളുടെ അവിടെ അന്ന് ഈ ഒരു സ്റ്റഡി WHO നടത്തുന്നത് 2016 അന്ന് ഒരു സ്പെസിഫിക് ആയ പ്രോപ്പറായ ഒരു ഡാറ്റയെന്ന് റിപ്പീറ്റ് ഡോണേഴ്സിന്റെ കാര്യത്തിലില്ല. ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്, കാരണം എല്ലാ ബ്ലഡ് ബാങ്കും റിപ്പീറ്റ് ഡോണേഴ്സിന്റെ ഡാറ്റ അതൊക്കെ ഒരുപക്ഷെ ഒരു ഓൺലൈൻ സംവിധാനം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറോ വന്നാൽ മാത്രമേ നടക്കുന്നുണ്ടാവുള്ളൂ. ആൻഡ് ഞാൻ തൃശ്ശൂർ ആയതുകൊണ്ട് പറയുന്നതാണ്, ഇവിടെ ഒരു 50 മുതൽ 75% വരെ വോളണ്ടറി ആണോ എന്ന് വിചാരിക്കാമെന്ന് മാത്രം. ബട്ട് ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഞാൻ ഇവിടുത്തെ ഒരു കണക്കെടുത്തപ്പോൾ 33% ആണ് ക്യാമ്പ് മാത്രമായിട്ട് നോക്കുമ്പോൾ വരുന്നത്. ഒരു 52,000 ബ്ലഡ് വേണ്ടതിൽ ഒരു 16,000 ഒക്കെയാണ് ക്യാമ്പ് വഴി വരുന്നത്. സോ എപ്പോഴാണ് ഈ വോളണ്ടറി ബ്ലഡ് ഡൊണേഷന്റെ കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്? അതും ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഒരു ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ സ്ലോലി പ്രോഗ്രസ് ചെയ്ത് മുകളിലോട്ട് പോകുന്ന ഒരു സബ്ജക്റ്റാണ്. ഈ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10-16 വർഷമേ സത്യത്തിലായിട്ടുള്ളൂ. അതിന് മുൻപ് VBD ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് WHO അതിനെ അംഗീകരിച്ച് അന്ന് മെൽബണിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒത്തുകൂടി. അതിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പല ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. പോളിസി മേക്കേഴ്സും ഗവൺമെന്റ് ഒഫീഷ്യൽസും NGOസും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു 65 പേര് കുറച്ച് ദിവസം ഇരുന്ന് സംസാരിച്ചതിന് ശേഷം ഒരു ഡിസിഷൻ എടുത്തു, 100% വോളണ്ടറി നോൺ റെമ്യൂട്ടഡ് ഡൊണേഷൻ ഇതാണ് ഈ ഭൂമിയിൽ വേണ്ടത്, ഈ ഗ്ലോബിൽ വേണ്ടത് എന്നുള്ളത് അന്ന് അവർ തീരുമാനിച്ചു. അപ്പം അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെയാണത്. അന്ന് ഒരു കൊച്ചുമുറിയിൽ തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാണ്. പിന്നീട് ലോകം മൊത്തം ഒരു എന്താ പറയുക, ഒരു മോട്ടോ പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അപ്പം അന്ന് അവർ അവിടെ കൊണ്ട് നിർത്തിയില്ല. അന്ന് അവർ റിലീസ് ചെയ്തൊരു ഡോക്യുമെന്റ് ഉണ്ട്, അതിനിപ്പോഴും പ്രസക്തിയുണ്ട്. ബിക്കോസ് ദാറ്റ് ഇസ് ഗുഡ് ആൻഡ് ഇറ്റ് കവേഴ്സ് ഓൾമോസ്റ്റ് എവരിത്തിങ്. ആൻഡ് WHO അതിന്റെ തുടർച്ച എന്നാണ് ടുവേർഡ്സ് 100% വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്ലാനിങ്, പ്രിപ്പറേഷൻ എന്നുള്ള സ്റ്റെപ്സിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്ന ഒരു 20 പോയിന്റുകളാണ് പ്രധാനമായിട്ടും അതിൽ വരുന്നത്. സോ ഗോൾ എ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ജനറൽ ഹെഡിങ് ക്രിയേറ്റ് ആൻഡ് എനേബിളിംഗ് എൻവയോൺമെന്റ് ഫോർ 100% VBD എന്നാണ്. ആദ്യത്തെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് ഫോർ 100% വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ. രക്തദാനം ചെയ്യൂ, ജീവൻ രക്ഷിക്കൂ, രക്തദാനം മഹാദാനം, സന്നദ്ധ രക്തദാനം, അങ്ങനെ ആ ഒരു മെസ്സേജ് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾക്ക് അറിയുന്ന സ്ഥലങ്ങളിൽ എഴുതാം, പരസ്യം കൊടുക്കാം, എന്തും ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് കേരളം പോലെ ഒരു സ്ഥലത്ത് ഒരുമാതിരി എല്ലാവരും വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ എന്നുള്ള ടേമോ സന്നദ്ധ രക്തദാനം എന്നുള്ള ടേമോ രക്തം സന്നദ്ധമായി നൽകാം എന്നുള്ളതൊന്നും അറിയാത്തൊരാൾക്കാർ ഉണ്ടെന്ന് തോന്നുന്നില്ല. ചിലപ്പം ഇന്ത്യയുടെ വേറെ ഭാഗങ്ങളിൽ കുറച്ചുകൂടെ റിമോട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആ അഡ്വക്കസി വീണും പോണായിരിക്കും. ബട്ട് ഇപ്പം അഡ്വക്കസി എന്നും അത്ര നമ്മൾ ഈവൻ നമുക്ക് പറയാം, നമ്മൾ ഇപ്പം അങ്ങനെയാണോ എന്നറിയില്ല, കുറച്ച് നാൾ മുമ്പ് വരെയൊക്കെ നമ്മൾ ട്രാവലൊക്കെ പോയാൽ എപ്പോഴും ഏതെങ്കിലുമൊക്കെ മതിലുകളിൽ പോലും രക്തദാനം മഹാദാനം, പ്രത്യേകിച്ചും ഒരു കോൺവെന്റ്സോ അല്ലെങ്കിൽ ചില കോളേജസിലും എല്ലാം അത് എഴുതിയിട്ടുണ്ട്. സോ അഡ്വക്കസി ഈസ് ഗോയിങ് ഓൺ, ദാറ്റ്സ് പെർഫെക്റ്റ്. അത് മുന്നോട്ട് പോകുന്നുണ്ട്, അത് ഒരു കാര്യം. അപ്പം അത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഏറെക്കുറെ എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ ഒരു സ്ട്രാറ്റജി കൃത്യമായിട്ട് വേണ്ടത് എസ്റ്റാബ്ലിഷ് നാഷണൽ വോളണ്ടറി ബ്ലഡ് ഡൊണർ പ്രോഗ്രാം. ഫോർച്ചുനേറ്റ്ലി ഇന്ത്യക്ക് വളരെ സ്ട്രോങ് ആയൊരു വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതിന് കീഴിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, അതിൻ്റെ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ഒന്നാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസസ് അഥവാ BTS. BTSൽ ദേ വർക്ക് ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് നാഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ ഓൾസോ. അപ്പം അവര് സിനോണിമസ് ആയിട്ട് വർക്ക് ചെയ്യും. നാക്കോയും ഇവരുടെ കൂടെ കൈകോർക്കാറുണ്ട്, നാഷണലൈസ് കൺട്രോൾ ഓർഗനൈസേഷൻ. ഇതിന്റെ കേരള ഘടകങ്ങളാണ് കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലും KSACസും. അപ്പം ഇതിലിപ്പോ നമുക്ക് ഇപ്പം പേഴ്സണലി ഇതിലിപ്പോ നാഷണൽ ലെവലിൽ ഇരിക്കുന്നവരെയൊക്കെ അറിയാം. ഇപ്പം മേഘ കോബ്രഗഡെ എന്ന് പറഞ്ഞ മാഡം ഡോക്ടറാണ്, കമ്മ്യൂണിറ്റി മെഡിസിൻ കഴിഞ്ഞ ആളാണ്. മാഡം ആണ് ഇപ്പം അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ കൃഷ്ണൻ കുമാർ സാറ്. പിന്നെ അങ്ങനെ ഒരു ടീം അവർക്കുണ്ട്. അപ്പം അവർക്ക് വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ തന്നെയാണ് മെയിൻ തീം. ബട്ട് നൗ
ടെക്നിക്കൽ റിസർച്ച് ഗ്രൂപ്പ് കൂടുന്നതും അതിൻ്റെ സംഭവങ്ങൾ റിലീസ് ചെയ്യുന്നതും ക്ലിനിക്കൽ ട്രാൻസ്ഫ്യൂഷൻ പ്രാക്ടീസും ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ട്രെയിനിങ്സും ട്രെയിനിങ് മോഡ്യൂൾ ഉണ്ടാക്കുന്നതും എല്ലാം നിങ്ങൾക്ക് ഇപ്പോഴും നാക്കോയുടെ സൈറ്റിൽ പോയാൽ ഈ പബ്ലിക്കേഷൻസ് അവിടുന്ന് വരുന്ന എല്ലാ പബ്ലിക്കേഷൻസും സമയാസമയങ്ങളിൽ വന്നിട്ടുള്ളതെല്ലാം കാണാം. സോ അവരിപ്പം ജൂൺ 14 ഒക്ടോബർ എന്ന് അവർ ഡയറക്റ്റീവ്സ് വരും, ഇന്ന പോലെ ആഘോഷിക്കണം എന്ന് വരും. ആൻഡ് അവർ അതിനെല്ലാം ഇപ്പം ഒരു ന്യൂസ് ലെറ്റർ കഴിഞ്ഞ ഒരു 3-4 എഡിഷനായിട്ട് വരുന്നുണ്ട്, ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അതിലെല്ലാം ദേ ഡിക്ലെയർ ദാറ്റ് ദീസ് തിങ്സ് ആർ ഗോയിങ് ഓൺ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ. സോ ഇന്ത്യ ഹാസ് എ പോളിസി. കാരണം അതില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് എപ്പോഴും ഒരു ഗവൺമെന്റ് പോളിസി ഇല്ലാന്നുണ്ടെങ്കിൽ ദെൻ ഹൂ ടോൾഡ്. അപ്പൊ നമ്മളൊരു ടീമിനോട് പറയാം നിങ്ങളൊരു സന്നദ്ധ രക്തദാനം, ഹൂ ടോൾഡ് എന്ന് വെച്ചാൽ നമുക്ക് ഉത്തരവില്ല. സോ അറ്റ്ലീസ്റ്റ് അവർ കൺട്രി ഓർ അവർ സ്റ്റേറ്റ് ഹാസ് എ സ്ട്രോങ് പോളിസി ദാറ്റ് ഇറ്റ് ഹാസ് ടു ബി 100% വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ. നമുക്ക് അറിഞ്ഞിരിക്കാനും കൂടിയാണ്. കാരണം നമുക്ക് എപ്പോഴും സന്നദ്ധ രക്തദാന സംഘടനകളുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ബ്ലഡ് കൊടുക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി നമ്മളുടെ ഒരു ബ്ലഡ് ബാങ്കിന്റെ അടുത്തുണ്ട്. അത് പ്രത്യക്ഷത്തിലാണെങ്കിലും പരോക്ഷത്തിലാണെങ്കിലും. നമുക്കപ്പോൾ അത് പ്രാക്ടിക്കലാണോ? തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ 20,000 യൂണിറ്റ് ബ്ലഡ് വേണം, അത് മുഴുവൻ എന്നെ കൊണ്ട് കഴിയുമോ ചോദിച്ചാൽ കഴിയും. പക്ഷെ അത് ഇതിന്റെ ഇരട്ടി സ്റ്റാഫ് വേണം, ഇൻഫ്രാസ്ട്രക്ചർ, കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊരു ബാലൻസിൽ പോവാണ്. സ്റ്റിൽ ദ റെസ്പോൺസിബിലിറ്റി ലൈസ് വിത്ത് അസ്. വോളണ്ടറി തന്നെ എടുക്കണം എന്നുള്ള ഒരു അനുശാസനം രാജ്യത്തിൻ്റെതായിട്ട് നമുക്ക് ഉണ്ട്. മൂന്നാമത്തെ, സ്ട്രെങ്ത് ആൻഡ് കൊളാബറേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ്. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ പറയാം, കൊളാബറേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ് ആണ് കീ. എനിക്കിത് അത്രയൊന്നും അറിയില്ലായിരുന്നു. തുടക്കത്തിൽ ഞാൻ വിചാരിച്ചത് നമുക്ക് ഒറ്റയ്ക്കൊക്കെ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റുന്നു. അല്ല, ഒരിക്കലും അല്ല. കാരണം ഈ ഒരു വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ മൊബിലൈസ് ചെയ്യണമെങ്കിൽ എത്രത്തോളം പാർട്ട്നേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നോ അത്രയും അത് മനോഹരമാവും. ദർ ഷുഡ് ബി എ ബാലൻസ്. അത് പിന്നെ ഇതിന് അണ്ടർപിൻഡ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. പാർട്ട്നേഴ്സ് കൂടുമ്പം ദർ ഷുഡ് ബി എ ഗുഡ് ലീഡർ. ബാലൻസ് ചെയ്യണം, പല ഹിച്ചസും ഉണ്ടാവും എഫക്റ്റീവായിട്ട്. ബട്ട് ഒരേ എയിമിലോട്ട് പോകുമ്പം ദാറ്റ്സ് ദ ബെസ്റ്റ്. പാർട്ട്നേഴ്സ് പറയുമ്പം ആരെല്ലാം വരും? എല്ലാവരും വരും. ഗവൺമെന്റ് ഈസ് ദ ലീഡർ ഓർ പാർട്ട്ണർ, ഹൂവർ ഇറ്റ് ഈസ്. അതിന് താഴേക്കുള്ള എല്ലാം വരാം. സ്റ്റുഡൻസിന്റെ എല്ലാ കൺസോർഷ്യൻസ് ലൈക്ക് NSS, റെഡ് റിബൺ ക്ലബ്, അവരുടെ എന്തൊക്കെ തന്നെയാണെങ്കിലും, ഇപ്പോൾ കോളേജ് ആണെങ്കിൽ കോളേജ് യൂണിയൻ, എവറിത്തിങ് വിൽ കം അണ്ടർ ആ ഒരു ഇതിന്റെ. പിന്നെ ബാക്കി ഇൻട്രസ്റ്റ് ഉള്ള ആർക്കും ജോയിൻ ചെയ്യാം. വോളണ്ടറി ബ്ലഡ് ഡോണർ ഏജൻസീസ് ഉണ്ട്, NGOs ഉണ്ട്, ലയൺസ് ക്ലബ്, റോട്ടറി ക്ലബ്. ഇപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇപ്പൊ ഇന്ന് എനിക്കൊരു കോൾ കിട്ടി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേ ഹാവ് ഡിസൈഡഡ് ഓൾ ഇന്ത്യ ലെവലിൽ 70,000 ഡൊണേഷൻസ് മോട്ടിവേറ്റ് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാം എന്ന് അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് ഈ വർഷത്തെ CSR അങ്ങനെയാണ്. ദേ ക്യാൻ ഡു. അങ്ങനെ ആർക്ക് വേണമെങ്കിൽ പാർട്ട്ണർ ആവാം. കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ഉണ്ട്, റിലീജിയസ് ലീഡേഴ്സ് ഉണ്ട്, സോഷ്യൽ റിഫോമേഴ്സ് ഉണ്ട്, ആക്ടിവിസ്റ്റ് ഉണ്ട്. സോ ഓൾ ആർ പാർട്ട്. അപ്പം ഈ ഒരു ഹെഡ്ഷിപ്പിലുള്ള ആൾക്കാർ ഈ ഒരു പാർട്ട്ണർഷിപ്പിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സ്മാർട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ കണിങ് ഇനഫ് ആണെങ്കിൽ, ദ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ പ്രോഗ്രാം വിൽ ബി ഹെവിലി സക്സസ്ഫുൾ. അതിന് യാതൊരു സംശയമില്ല. ഇതെല്ലാം, ഈ പിക്ചേഴ്സ് എല്ലാം ഞാൻ WHO തന്നെ ഒരു ബുക്ക് എന്ന് എടുത്തതാണ്. നല്ല പടങ്ങളായതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ഇട്ടു എന്ന് മാത്രം. സോ രണ്ടാമത്തെ ഗോൾ, അതിന്റെ കീഴിലും 6 പോയിന്റ്സ് വരുന്നുണ്ട്. രണ്ടാമത്തെ ഗോൾ അപ്പം നമ്മൾ നോക്കുക. അപ്പം ഒരു കൺട്രിക്ക് മുഴുവനായിട്ട് എങ്ങനെ വേണം എന്നുള്ള ഒരു വളരെ അമ്പർല ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി ആ കാര്യങ്ങൾ ചുരുങ്ങി വരികയാണ്, അല്ലെങ്കിൽ അവർ ചുരുക്കി കൊണ്ടുവരികയാണ്. അപ്പൊ ഇനി നമ്മളുടെ ഒരു തലത്തിലോട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഏരിയക്ക് വരികയാണ്. ഒരു സംസ്കാരം ആയി മാറണം. എങ്ങനെ മാറ്റാം ബ്ലഡ് ഡൊണേഷൻ? മുൻപ് എന്നോടൊരിക്കൽ ഒരു ലേഡി ചോദിച്ചു, അതൊരു ടോക്കിൽ തന്നെയാണ്. അവർ ചോദിച്ചു, രക്തദാനം എന്നുള്ളത് ഒരാളുടെ കടമയാണോ അതോ അയാളുടെ ഒരു ചാരിറ്റി ആണോ എന്നുള്ളത്. അപ്പം ഞാൻ കുറച്ച് സമയം ആലോചിച്ചു. കാരണം അത് എന്താ, കടമയാണോ ഒരു തരത്തിലാണ്, ചാരിറ്റി ആണോ ആണ്. പക്ഷെ രണ്ടിന്റെയും കാറ്റഗറി പെടുത്താൻ പറ്റില്ല. പക്ഷെ അതിനപ്പുറമുള്ള ഒരു ഉത്തരമാണ് അത്. കടമയാണോ ചാരിറ്റി ആണോ എന്നുള്ളതിന് പകരം വളരെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മളിപ്പം നമ്മളുടെ ഒരു നാഷണൽ ആന്തം കേട്ടാൽ എണീറ്റ്, അത് നിയമമാണ്. അത് സംസ്കാരത്തിന്റെ ഭാഗം എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒരു ബസ്സിൽ കയറുമ്പം ഒരു വൃദ്ധയായ സ്ത്രീക്ക് ഒരു സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുക, അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്.
അല്ലെങ്കിൽ ലൗഡായിട്ട് ഒരു സൈലന്റായ പ്ലേസിൽ ലൗഡായിട്ട് സംസാരിക്കാതിരിക്കുക. ഇതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന പോലെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷന്റെ കൾച്ചറിന്റെ ഭാഗമാവുന്ന ഒരു പോയിന്റിലോട്ട് പോകണം എന്നുള്ളതാണ് ഗോൾ ബി. ഇതിൽ സ്ട്രാറ്റജി ഫോർ വളരെ പ്രധാനമാണ്. അണ്ടർസ്റ്റാൻഡ് യുവർ ഡോണേഴ്സ്, യുവർ ബ്ലഡ് ഡോണേഴ്സ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം ബ്ലഡ് നീഡിനെ പറ്റി നമ്മൾ വളരെ വെൽ തോറോ ആണ്. പക്ഷെ എന്നിട്ട് നമ്മൾക്ക് ബ്ലഡ് ആവശ്യമാണ്, വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ മൊബിലൈസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ബ്ലഡ് ഡോണേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഏരിയയുടെ ഡിഫറൻസ് എങ്ങനെയാണെന്നുള്ളത് നന്നായിട്ടാണ്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ, ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്തിട്ടുണ്ട്, തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, വയനാട് ഉണ്ടായിരുന്നു, കോന്നിയിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഐ ആം സംഹൗ ഇതുപോലൊരു വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ഉള്ളതുകൊണ്ട് ഐ ആം കണക്റ്റഡ് വിത്ത് ഓരോ ഏരിയയിലെയും ആൾക്കാർ. കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, ഇവിടെ എല്ലാം ഞാൻ പേഴ്സണലി പോയിട്ടുണ്ട്. കൊല്ലം പോയിട്ടുണ്ട്, അപ്പം പത്തനംതിട്ട എല്ലാം പോയിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ തരത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അത് ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് നോക്കിയാൽ ഭയങ്കര വേരിയിങ് ആണ്. അങ്ങനെ അപ്പം ഓരോ റീജിയൻ അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ദർ ഇസ് ഹ്യൂജ് ഡിഫറൻസ്. അപ്പൊ നമുക്ക് വി ഹാവ് ടു ബി വെരി സ്പെസിഫിക്. നമ്മളുടെ ഏരിയയിലുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് വന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ ഒരു, കാരണം ഇപ്പൊ എനിക്കൊരു കാര്യം അറിയാം. ഇപ്പൊ തൃശ്ശൂർ ഫോർ എക്സാമ്പിൾ ഒരു വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് വർക്ക് ചെയ്താൽ ഐ ഗെറ്റ് 100 to 120 യൂണിറ്റ്സ്. അതെന്റെ ഒന്നോ രണ്ടോ കോളോ ഒരു ക്ലാസ്സോ മാത്രം മതി അത് കിട്ടാൻ. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് കിട്ടുന്നത് എന്നുള്ളൊരു മൂഢവിശ്വാസം എനിക്കുണ്ടായിരുന്നു ആദ്യം. ആൻഡ് ദെൻ ഐ വെന്റ് ടു ട്രിവാൻഡ്രം. അവിടെ ഞാൻ എത്ര വർക്ക് ചെയ്തിട്ടും എനിക്ക് ഒരു ക്യാമ്പിൽ 40-50 കൂടുതൽ കിട്ടിയിട്ടില്ല. അവിടെ അങ്ങനെയാണ്. അപ്പൊ ക്യാമ്പ് അവിടെ ഒരുപക്ഷെ ആളുകൾക്ക് തിരക്കായതുകൊണ്ടായിരിക്കാം, കുറച്ചുകൂടെ കാര്യങ്ങളുള്ളൊരു സിറ്റി ആയതുകൊണ്ടായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അങ്ങനെ. അപ്പം വയനാട് വേറൊരു തരമാണ്. വയനാട് അവർ സമയം ആവുമ്പം അത് അറിഞ്ഞു വന്ന് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കോഴിക്കോടെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ. അപ്പം യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ അവർ പീപ്പിൾ ആർ എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സ്ട്രാറ്റജി 5ഉം വളരെ പ്രധാനമാണ്. ഐഡന്റിഫൈ ടാർഗറ്റ് ബ്ലഡ് ഡോണർ പോപ്പുലേഷൻ. അതായത് നമുക്ക് എപ്പോഴും ഈ പറഞ്ഞതുപോലെ ആദ്യം ഞാനിത് തുടങ്ങിയപ്പം ഞാൻ വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ എല്ലാവരെയും, അതായത് ഇപ്പൊ ഒരു തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂരുള്ള എല്ലാ ജനങ്ങളിലേക്കും മെസ്സേജ് എത്തിക്കണമെന്ന്. പക്ഷെ വേണ്ട. കാരണം നമ്മൾക്ക് അറിയാലോ 1% ആണ് ബ്ലഡ് നീഡ് ടോട്ടൽ പോപ്പുലേഷന്റെ. 100-ൽ ഒരാൾ ഡൊണേറ്റ് ചെയ്താൽ നമ്മുടെ ആവശ്യം തീരും. അതായത് ഒരു കൺട്രിയുടെ ആണെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ ആണെങ്കിലും ഡിസ്ട്രിക്റ്റിന്റെ ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, അത് അങ്ങനെയാണ്. അപ്പം ആ 1% 100-ൽ നിന്നും 1-2 പേരെ പിക്ക് ചെയ്താൽ മതി എന്നുള്ളത്. അങ്ങനെ പിക്ക് ചെയ്യേണ്ടത് ആരെയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. There are few groups like ഇപ്പോൾ വോളണ്ടറി ബ്ലഡ് ഡൊണർ ഏജൻസീസ് ആദ്യം സെൻസിറ്റൈസ്ഡ് ആവുന്നത് അവരാണ്. Then the specific categories ഉണ്ട്, യൂത്ത്, ഇന്ന പോലെ. അപ്പം വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എവിടെ ടാപ്പ് ചെയ്താലാണ് ബ്ലഡ് കിട്ടുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ആൻഡ് സ്ട്രാറ്റജി 6 വളരെ പ്രധാനമാണ്. കാരണം ഡെവലപ്പ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് ഫോർ ഡോണർ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്. ഇതിപ്പോ ഈവൻ ഇതുപോലും നമ്മളുടെ ഈ ഒരു കൃത്യമായിട്ട് സ്ട്രാറ്റജി 6-ൽ വരുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്ക് അറിയില്ല. നമ്മൾക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് അവർക്ക് ഒട്ടും അറിയില്ല. അപ്പൊ നമുക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വരും, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഞാൻ വിചാരിക്കുകയായിരുന്നു നമ്മൾക്ക് ശരിക്കും ഈ ഒരു പോയിന്റ് വളരെ വീക്കാണ്. കാരണം ഒരാളോട് ഇപ്പോഴത്തെ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിച്ചോളൂ. എനിക്കിത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ ഒരു വലിയ ക്രൗഡിന് ക്ലാസ് എടുക്കാൻ പോയി. അതായത് ഒരു ഓഡിറ്റോറിയം നിറച്ച കുട്ടികളുണ്ട്. അപ്പൊ ഞാനിങ്ങനെ 1 മണിക്കൂർ പല പല കഥകളും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് പേരിങ്ങനെ ഉഴപ്പി അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്താ ഇൻട്രസ്റ്റ് ഇല്ല ചോദിച്ചപ്പം, സാറേ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ബ്ലഡ് മെഡിക്കൽ കോളേജിൽ ആവശ്യമാണ്, അത് ഞങ്ങളുടെയൊക്കെ ബോഡിയിലേ ഉള്ളൂ, അത് വേണമെന്നുള്ളത്, ആൻഡ് വി ആർ റെഡി ടു ഗീവ്. അപ്പൊ ഈ ഒരു അപ്പം അവർക്ക് അത്രയും മതിയായിരുന്നു. പക്ഷെ ആ കമ്മ്യൂണിക്കേഷൻ അവർക്ക് അതുവരെ ഒരാൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം എഡ്യൂക്കേഷൻ കൂടുന്തോറും ഈ ഒരു മെസ്സേജ് മാത്രം നമ്മൾക്ക് എത്തിക്കാൻ, അതിന് ഇനിയിപ്പം ചിലപ്പം വേറൊരു ഗ്രൂപ്പ് ആണെങ്കിൽ ക്ലാസ് വേണ്ടി വരും, പലതവണ പറയേണ്ടി വരും. അതേപോലെ ഇപ്പൊ യൂത്തിന് പകരം വേറൊരു ഗ്രൂപ്പ്, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അവര് ഞങ്ങൾക്ക് കുറെ ക്യാമ്പൊക്കെ ചാർട്ട് ചെയ്ത് തന്നു. എത്ര വിളിച്ചാലും അനങ്ങില്ല, എന്ത് പറഞ്ഞാലും ചെയ്യില്ല. സോ ദർ ആർ ഗ്രൂപ്പ്സ് ലൈക്ക് ദാറ്റ് ഓൾസോ. ബട്ട് കമ്മ്യൂണിക്കേഷൻ ഫെയിൽ ചെയ്യാം, ബട്ട് ഇറ്റ് ഹാസ് ടു ബി വെൽ കമ്മ്യൂണിക്കേറ്റഡ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രാറ്റജി 7 ബിൽഡ് പാർട്ട്ണർഷിപ്പ് വിത്ത് മീഡിയ. ഇത് അത്രയധികം പ്രധാനമാണ്. ഇതും ഞാൻ പറയാം, എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഉണ്ടായത് തന്നെയാണ്. തൃശ്ശൂരാണ്, നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ഫസ്റ്റ്
കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കോവിഡ് എന്ന് വെച്ചാൽ അന്ന് നിപ്പയൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്താണെന്ന് അറിയാത്ത 2020 മാർച്ചിലെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. തൃശ്ശൂർ ഫസ്റ്റ് കേസ്, ചൈനയിൽ നിന്ന് വന്ന ഒരു മെഡിക്കൽ സ്റ്റുഡന്റ്. അപ്പം തൃശ്ശൂർ മുളങ്ങുംതാവ് പഞ്ചായത്തിലേക്ക് വന്ന കോവിഡ് വരും, മരിക്കും എന്നാണ് ആളുകൾ അന്ന് വിചാരിച്ചിരുന്നത്. അതോടെ എല്ലാം കാലിയായി. മെഡിക്കൽ കോളേജിലോട്ട് 0 പേഷ്യൻസ് ആയി വരുന്നത്. ആരും വരുന്നില്ല, ഡോണേഴ്സ് ഒറ്റ മനുഷ്യൻ വന്നില്ല. അപ്പൊ ഒരു ദിവസം ബ്ലഡ് ബാങ്കിൽ 0 ഡോണർ, രണ്ടാമത്തെ ദിവസം 0 ഡോണർ. അപ്പോഴും എനിക്ക് ഒന്നും അലാമിങ് ആയിട്ട് തോന്നിയില്ല. മൂന്നാമത്തെ ദിവസം 0. അതോടെ ഒന്ന് നെഞ്ചി പിടയ്ക്കാൻ തുടങ്ങി. നാലാമത്തെ ദിവസം സെയിം 0 ഓർ നിയർ 0, 1-2 ഡോണർ വരുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി പ്ലേറ്റ്ലെറ്റ് ഒക്കെ തീർന്നു തുടങ്ങി. ഞാൻ എന്ത് ചെയ്യുന്നറിയാതെ കൈയും കാലും ഇട്ട് അടിച്ചു. വോളണ്ടറി ബ്ലഡ് ഡോണർ ഏജൻസീസ് ഓടി വന്നു. അത് പോരാ, കാരണം നമുക്ക് എല്ലാവർക്കും ഒരു മെസ്സേജ് കൊടുക്കണം, ബ്ലഡ് ബാങ്ക് ഈസ് സ്ട്രൈവിങ് ആൻഡ് നമുക്ക് അത് ബ്ലഡ് യൂണിറ്റ്സ് വേണം എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റൂ. സോ ഞാൻ എന്ത് ചെയ്യുന്നറിയാതെ കുറച്ച് പത്രക്കാരുടെ എല്ലാം നമ്പർ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവർക്ക് എല്ലാം ഒരു വാട്സാപ്പിൽ ഒരു മലയാളം മെസ്സേജ് ഉണ്ടാക്കി അയച്ചു. ആൻഡ് യു വോണ്ട് ബിലീവ്, ഒറ്റ ദിവസം കൊണ്ട് എല്ലാ പേപ്പറിലും വന്നു, ന്യൂസിൽ വന്നു, ഇത് വന്നു. ഹോൾ തിങ് ബ്ലഡ് ഇല്ല എന്നുള്ളത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. ആൻഡ് അപ്പം മീഡിയ ആയിട്ട് നമ്മൾ പാർട്ണർഷിപ്പ്, അതിന്റെ ഒരു ധൈര്യത്തിൽ പിന്നെ ആ നമ്പേഴ്സ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അത് 2020 പിന്നെ ഞാൻ ട്രിവാൻഡ്രം വയനാടൊക്കെ പോയി തിരിച്ചു വന്ന് ഇവിടെ വന്നപ്പം നമ്മുടെ പ്രിൻസിപ്പൾ പറഞ്ഞു, സഹിത്തെ ഒരു മീഡിയ സെല്ല് തുടങ്ങണം ഇവിടെ നിന്ന്. ഞാൻ പറഞ്ഞു ഞാൻ അതിന്റെ കോർഡിനേറ്റർ ആവാന്ന് പറഞ്ഞിട്ട് നൗ ഐ എം വെൽ കണക്റ്റഡ് വിത്ത് മീഡിയ. അവരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു ആവശ്യമുണ്ട്, ഒരു ന്യൂസ് ഉണ്ടെങ്കിൽ ഇട്ടാൽ പിറ്റേന്ന് വരും. ഒരു ക്ലിക്കിന്റെ ദൂരത്തിലായി മാറിയിട്ടുണ്ട്. സോ ബട്ട് ഇറ്റ്സ് നീഡഡ്. നമുക്ക് ഈ മീഡിയ ആയിട്ടുള്ള ഒരു ലൈസൻസിന്റെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മളെ പറ്റി ഒരു നെഗറ്റീവ് ന്യൂസ് അവർ ഇടാതൊന്നും ഇരിക്കില്ല. ബട്ട് അത് നമ്മളോടൊന്ന് ചോദിക്കുകയും കൂടെ ചെയ്യും, ഇതിങ്ങനെയാണോ ഡോക്ടറെ, ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ഇല്ലെന്ന് പറയുന്നത്. അപ്പം ഒരു അവസാനം പറയും, ഡോക്ടർ സൈറ്റ് ഇങ്ങനെ പറഞ്ഞു, ഇതാണ് ചെയ്യേണ്ടത്, ഇന്നതുണ്ടെങ്കിൽ അപ്പൊ എല്ലാവരും വരണം എന്ന് പറഞ്ഞു. they will do like that. That's important. And strategy 8, mobile community partners and create network. ഇതും വളരെ പ്രധാനമാണ്. കാരണം ഇപ്പം ഞാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പം അനൂപേര് ക്ലാസ് എടുക്കുന്നുണ്ട്, ആരോ ആയിക്കോട്ടെ, എത്ര പറഞ്ഞാലും ഇറ്റ്സ് എ സയന്റിഫിക് ടീച്ചിങ്. അവർക്ക് ചിലപ്പോൾ ഒരു പ്രീച്ചിങ് പോലെ അങ്ങനെ തോന്നിയുള്ളൂ, അങ്ങനെ പറയുന്നു ഇത്. അതിന് പകരം ഒരാൾ പറയുന്നു, ഇപ്പൊ നമ്മളുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ അല്ലെങ്കിൽ മഞ്ജു വാര്യർ ഒരു മെസ്സേജ് കൊടുക്കുന്നു. ഈവൻ ഇത് നിങ്ങൾ ബിലീവ് ചെയ്യില്ല, ഒരു കാര്യം പറഞ്ഞാൽ അന്ന് ഈ ബ്ലഡ് ഷോർട്ടേജ് വന്നപ്പം അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് എല്ലാ ദിവസവും സമ്മേളനം നടത്തിയതിൽ ഡാറ്റയൊക്കെ പറയുന്ന ഒരു സമയമാണ്. അപ്പം ഇത് ആരോ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പൊ പുള്ളി നല്ലൊരു സമയം, അതായത് ഐ തിങ്ക് ഒരു 1 to 2 minutes ബ്ലഡ് ബാങ്കുകളിൽ ബ്ലഡ് കുറവാണ്, എല്ലാവരും കൊടുക്കണം. യു വോണ്ട് ബിലീവ്, അതിനുശേഷം മൾട്ടിപ്പിൾ കോൾസ്, മൾട്ടിപ്പിൾ ഫേംസ് റെഡിയായി ബ്ലഡ്. അതിനുശേഷം ആ ഒരു കോവിഡ് സീസണിൽ നമുക്ക് ബ്ലഡ് ഷോർട്ടേജ് ഉണ്ടായിട്ടില്ല. ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഫ്രേസ്, ഒരു ക്ലിയർ ആയിട്ടുള്ള ലീഡർ. അപ്പം അതുകൊണ്ട് നമുക്ക് ചർച്ചിലൊക്കെ ക്യാമ്പിന് പോകുമ്പോൾ അറിയാം, ചർച്ചിലെ കുട്ടികൾ നോർമലി ഓർഗനൈസ് ചെയ്യുന്ന ഒരു ക്യാമ്പും ചർച്ചുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ചർച്ചിലെ ഫാദർ പറയും, അപ്പം കുർബാനയ്ക്ക് അടുത്ത ആഴ്ച ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഉണ്ടെന്നും അന്നത്തെ ദിവസം ക്യാമ്പ് യൂഷ്വലി സൺഡേ ആയിരിക്കും, ഇന്ന് നിങ്ങൾ എല്ലാവരും കൊടുക്കണം എന്ന് പറഞ്ഞാൽ ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഗോസ് ഹൈ. അതും പ്രധാനമാണ്. അപ്പം ആര് പറഞ്ഞാലാണ് കുട്ടികൾ കേൾക്കുക എന്നുള്ളത് കണ്ടറിഞ്ഞ് തന്നെ ചെയ്യണം. നെക്സ്റ്റ് ഈസ് മാക്സിമൈസ് ദ ഇമ്പാക്ട് ഓഫ് വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആൻഡ് നാഷണൽ ബ്ലഡ് ഡോണർ ഇവന്റ്സ്. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഈ ഡേകളൊക്കെ ഇപ്പൊ നമ്മളൊക്കെ ഞാൻ PG ചെയ്യുന്നത് 2011-14 കാലഘട്ടത്തിലാണ്. അന്നൊക്കെ ഈ ഡേ ഞങ്ങൾ വൈവയ്ക്ക് പോകുമ്പോൾ ബൈഹാർട്ട് പഠിക്കുമായിരുന്നു. കാരണം നമ്മൾ അതുവരെയൊന്നും ആഘോഷിച്ചിട്ടില്ല, ഇത് സത്യത്തിൽ ആഘോഷിച്ചിട്ടില്ല. ആൻഡ് ഞാൻ പിന്നെ തിരിച്ചൊക്കെ വന്ന് തൃശ്ശൂർ ജോയിൻ ചെയ്തു. അപ്പോഴൊക്കെ കുറച്ച് ബിൽഡ് ചെയ്ത് വന്നു. എന്നിട്ട് അപ്പോഴാണ് എല്ലാ ബ്ലഡ് ബാങ്ക്സും ഇതുപോലെ കുറച്ച് അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ നല്ല കുറെ പേര് വിചാരിച്ചിട്ടുണ്ട്, എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കുറച്ച് ഇതൊക്കെ നടത്തി, നമ്മുടെ മത്സരങ്ങളൊക്കെ നടത്തി, അതിൽ ആൾക്കാർ വന്നു. ദെൻ കെസാക്സ് അതിനൊക്കെ അവാർഡ്സ് കൊടുത്തു. അതിനെന്നല്ല, അവര് ഡോണേഴ്സിനും ഓർഗനൈസേഷൻ ആവാൻ. ആൻഡ് നൗ ദിസ് എ ബിഗ് പ്രോഗ്രാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഇത്തവണത്തെ വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ഇപ്പൊ 3 ദിവസം കഴിഞ്ഞായി. അപ്പം ഈ June 14 സ്റ്റേറ്റ് ലെവൽ പ്രോഗ്രാം തൃശ്ശൂരാണ് നടക്കുന്നത്. അതൊരു ബിഗ് ഇവന്റ് ആയി. കാരണം മിനിസ്റ്റർ വരുന്നുണ്ട്, MP വരുന്നുണ്ട്, MLA വരുന്നുണ്ട്, ചീഫ് ഗസ്റ്റുകൾ വരുന്നുണ്ട്, വീഡിയോസ്, കോമ്പറ്റീഷൻസ്, ഓണറിങ്. ഇറ്റ്സ് എ വെരി ബിഗ് പ്രോഗ്രാം. ഒരു
വലിയ ഒരു 500 മുകളിൽ ആൾക്കാർ വരുന്ന, അപ്പം അതിന്റെ ഒരു വാല്യൂ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ, അപ്പം ഞാനിപ്പം ഇതിന്റെയൊക്കെ കുറേ എല്ലാ വീഡിയോസും FB-യിലും എല്ലാം ഇടുന്നതും എല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും ഈ ക്യാരി ലൈക്ക് വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ, വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ, വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ. അപ്പം അതിന് ഈ ഡേയ്സും വളരെ പ്രധാനമാണ്. അത് നമുക്ക് കളർഫുൾ ആയിട്ട് ആഘോഷിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഗോൾ സി. ഇനി അപ്പം ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് കൺട്രിയുടെ കാര്യമായിരുന്നു. ഗോൾ ബിയിൽ നമ്മുടെ റീജിയനിലോട്ട് എത്തി. ഇനി നമ്മുടെ സ്ഥലത്തോട്ട്, സ്വന്തം സ്ഥലത്തോട്ട്, നമ്മുടെ ഒരു ബ്ലഡ് ബാങ്കിലോട്ട് കുറച്ചുകൂടെ പോയിന്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ എ സേഫ് സസ്റ്റെയിൻ. അപ്പം നമുക്കൊരു സ്ട്രോങ് ബേസ് വേണം. നമുക്ക് ഇപ്പൊ കൊച്ചു ബ്ലഡ് ബാങ്ക്സ് ഉണ്ട്. തൃശ്ശൂർ ആകെ 20 ബ്ലഡ് ബാങ്ക്സ് ഉണ്ട്. ഞാനിപ്പോൾ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ കൂടെ ആയതുകൊണ്ട് എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട്. അവരെല്ലാം കുറേ കാര്യങ്ങൾക്ക് എന്നെ വിളിക്കാറുമുണ്ട്. അപ്പം അപ്പൊ കൊച്ചു ബ്ലഡ് ബാങ്ക്സ് ഉണ്ട്. ഞാൻ പറയുന്നത് ഒരു വർഷം ചിലപ്പോൾ 500 ബ്ലഡൊക്കെ അവർ കളക്ട് ചെയ്യാറുള്ളൂ. അവർക്ക് ആ ബ്ലഡ് ബാങ്ക് ആവശ്യമാണ്. കാരണം അവർക്ക് വേറൊരു ബ്ലഡ് റിസോഴ്സ് ഇല്ല. അവിടെ RTA-യോ ഡെലിവറിയോ ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ്. സോ ദേ മെയിൻറ്റെയിൻ ദ ബ്ലഡ് ബാങ്ക് ഭംഗിയായിട്ട് സൂക്ഷിക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പം അവർ പറയാറുണ്ട് അവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അവർ പറയാറുണ്ട് അവർക്കൊരു വോളണ്ടറി, അവിടെയൊക്കെ ഈസിയാണ്. അവർക്കൊരു വോളണ്ടറി ബേസ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ വേണ്ടപ്പോ വിളിക്കും, ഇയാളെപ്പോ കൊടുത്തു എന്നൊക്കെ അറിയാമെന്നുള്ളത്. പക്ഷെ ബിഗർ നിങ്ങൾക്ക് ചിലപ്പം അത്രയും പറ്റില്ല. ഞങ്ങൾക്കൊന്നും ഒട്ടും പറ്റില്ല. മുകളിലോട്ട് പോകുമ്പോൾ പാടാണ്. ബട്ട് വി നീഡ് എ വോളണ്ടറി ബേസ്. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടായേ പറ്റും. അപ്പൊ അതിനുള്ള കുറച്ച് സ്റ്റെപ്സ് ആണ് താഴേക്ക് വന്നിട്ടുള്ളത്. എഡ്യൂക്കേറ്റ്, മോട്ടിവേറ്റ് ആൻഡ് റിക്രൂട്ട് ന്യൂ ബ്ലഡ് ഡോണേഴ്സ്. അത് നമുക്ക് വേണം. ഉള്ള ഡോണേഴ്സ് മാത്രം പോരാ, പുതിയ ടീമുകളെ എഡ്യൂക്കേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അകത്തോട്ട് കയറ്റണം. സ്ട്രാറ്റജി 11 മൊബിലൈസ് യൂത്ത് ആസ് എ ന്യൂ ജനറേഷൻ ഓഫ് വോളണ്ടറി ബ്ലഡ് ഡോണേഴ്സ്. ഭയങ്കര പ്രധാനമാണ്. കാരണം നമുക്ക് ഒരു ഷിഫ്റ്റ്, അതെല്ലാ കാലത്തും ഉണ്ട്, ഒരു കൾച്ചറൽ ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്ത് കൾച്ചർ, ഇപ്പം നമ്മളുടെ ആ കാറ്റഗറി ഒക്കെ പറയുമല്ലോ. ഇപ്പം ജെൻ ആൽഫയാണ്, ജെൻസി ആണ്, ബൂമർ, ബേബി അങ്ങനെയൊക്കെ പറയും. പല കാറ്റഗറിയിൽ പറയുന്നുണ്ട്. സോ കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ ഓരോ തലമുറ കഴിയുമെങ്കിലും മാറുമെങ്കിലും വി നീഡ് ബ്ലഡ് ഡൊണേഷൻ, വി നീഡ് വോളണ്ടറി ബ്ലഡ് ഡൊണേഴ്സ്. അപ്പം അവരുടെ രീതിക്ക് അനുസരിച്ച് അവർക്ക് എത്തുന്ന മെസ്സേജ് മീഡിയത്തിലൂടെ വി ഹാവ് ടു എഡ്യൂക്കേറ്റ് ദം, വി ഹാവ് ടു മൊബിലൈസ് ദം ത്രൂ എനി മീൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ നമ്മൾ കുറച്ച് ശ്രമിച്ചു, പക്ഷെ ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളായതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ അൺഇമ്പോർട്ടൻ്റ് ആയതൊക്കെ വിടുക എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു കാര്യം വിചാരിച്ചിരുന്നു. നമ്മളുടെ ഒരു കരിക്കുലത്തിൽ, സ്കൂൾ ഏജ് എഡ്യൂക്കേഷൻ്റെ കരിക്കുലത്തിൽ ഇത് ആഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാമെന്ന്. ഫോർച്ചുനേറ്റ്ലി ഇപ്പം ഒരു കാര്യം നടന്നു. പോലീസ് ഈസ് ഇൻ ടു വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ. പോൾ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ അതിൽ ഹയർ സെക്കൻഡറി കുട്ടികൾ കുറേ ക്യാമ്പ് നടത്തി. തൃശ്ശൂരായിരുന്നു അതിൽ ഏറ്റവും നന്നായിട്ട് നടത്തിയത്. അറൌണ്ട് 6000 യൂണിറ്റ്സ് 5 ബ്ലഡ് ബാങ്കിന് വേണ്ടിയിട്ട് അവർ കളക്ട് ചെയ്തു. ആ കുട്ടികളെല്ലാം ഡൊണേറ്റ് ചെയ്തു. ഹയർ സെക്കൻഡറി 18 താഴെ ആയിരിക്കും. ഒരുപക്ഷെ കുറച്ച് കുട്ടികൾ കൊടുത്ത് കാണും. ഒരു 18 കഴിഞ്ഞ 1-2 പേരൊക്കെ കാണും ഒരു സ്കൂളിൽ. അതല്ലാതെ എല്ലാം അവർ മൊബിലൈസ് ചെയ്ത് കൊണ്ടുവന്നു. അവർ ആൾക്കാരെ കൊണ്ടുവന്നു. എന്ത് സക്സസ്ഫുൾ ക്യാമ്പ്സ് ആയിരുന്നു അറിയാം അതൊക്കെ. അപ്പം അവര് ഓറിയന്റഡ് ആണ്. അപ്പൊ അവർക്ക് ദേ നോ വാട്ട് ഇസ്. അപ്പൊ അങ്ങനത്തെ പ്രോഗ്രാംസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ ഒരു ടീനേജർ ആവുമ്പോൾ തന്നെ സ്ലോലി അവരെ ഡൊണേഷനിലേക്ക് കടത്തുക. ആൻഡ് ആ ഒരു 14, 15, 16, 17 ആണ് ഏറ്റവും ഈസി. കാരണം 18 കഴിഞ്ഞ ഒരു ഡിഗ്രിക്കൊക്കെ ചേർന്ന അവർ കുറച്ചുകൂടെ ഔട്ട്ലയേഴ്സ് ആയി മാറും. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഏജ്. ഒരു സ്കൂൾ ആണ്, ഒരു ഹൈസ്കൂൾ ഓർ ഹയർ സെക്കൻഡറി എന്നുള്ളതായിരിക്കും ദ ബെസ്റ്റ് ടൈം ടു മൊബിലൈസ് ദം. അവരെ പിന്നെ 18 കഴിയുമ്പോൾ റെഗുലർ ഡോണറായി മാറും. ആൻഡ് സ്ട്രാറ്റജി 12 ഈസ് കൺവേർട്ട് എലിജിബിൾ ഫാമിലി ബാർ റീപ്ലേസ്മെന്റ് ഡോണേഴ്സ് ടു വോളണ്ടറി ബ്ലഡ് ഡൊണേഴ്സ്. ഇത് നിങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ഡോണർ വന്നു, ആ ഡോണർ ഡോക്ടർ കണ്ടു, കൗൺസിലർ കണ്ടു, അത് കഴിഞ്ഞ് അവർ ഡൊണേറ്റ് ചെയ്യുന്നൊരു ടൈമുണ്ട്. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ടൈം. നമ്മുടെ അവിടെ നിൽക്കുന്ന ടെക്നീഷ്യൻ ആവട്ടെ, നേഴ്സ് ആവട്ടെ, ഇനിയിപ്പോൾ ഫ്രീ ആണെങ്കിൽ ഡോക്ടറോ ഹോവററ്റീസ്, അവരോടൊന്ന് സംസാരിക്കാം. നമ്മൾ യൂഷ്വലി കണ്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ എൻ്റെ ബ്ലഡ് ബാങ്ക് അങ്ങനെയാണ്. കുത്തും, അവർ വന്നിരുന്ന കാര്യങ്ങളൊക്കെ എഴുതും, രജിസ്റ്റർ ഒക്കെ ഫില്ല് ചെയ്യും. ബെറ്റർ കുറച്ച് ചെറിയ ബ്ലഡ് ബാങ്ക്സ് ആകുമ്പോൾ കുറച്ചുകൂടെ പറ്റും ഇത് നന്നായിട്ട്. അവരോട് സംസാരിക്കുക, എന്താണ്, എവിടെ നിന്നാണ് വന്നത്, പ്യുവർലി നീഡിന് വേണോ അതോ വിളിച്ചപ്പോൾ ഒരു സൗമനസ്യത്താലെ വന്നതാണോ,
അങ്ങനെയാണെങ്കിൽ ക്യാൻ ഹി ബി എ വോളണ്ടറി ഡോണർ, നമ്മുടെ രജിസ്റ്ററിൽ എൻട്രി ആവോ? ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പതുക്കെ ഹോംവർക്ക് ചെയ്യുക. പിന്നെ റിഫ്രഷ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടും അവിടെ ഇരിക്കുമ്പം നേഴ്സ് ഒക്കെ കാണും, അവർക്കും അല്ലെങ്കിൽ കൗൺസിലർ ഫ്രീ ആണെങ്കിൽ വന്നിട്ട് ഒരു കുശലം ചോദിക്കുക. അതിലൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഒന്നുമല്ല, ചോദിച്ചിട്ട് അപ്പൊ നമുക്ക് എന്തായാലും സെൻസ് ചെയ്യാൻ പറ്റും ഹീസ് ഇൻട്രസ്റ്റഡ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്തോട്ടെ, ദെയർ കൺസെന്റ് ആഡ് ടു യുവർ രജിസ്ട്രി. ഇഫ് ഈസ് നോട്ട് ഓക്കെ, ആ ഡൊണേഷന് തീർച്ചയായിട്ടും താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് വിടാം. ഇനി അങ്ങനെ വന്ന ആൾക്കാർ തന്നെ സ്ട്രാറ്റജി 13 നോക്കാം. മറന്നൊക്കെ പോകും, അതൊക്കെ സ്ഥിരം ഉണ്ടാവും. നമുക്ക് തന്നെ എനിക്കറിയാം, സാറേ എന്നൊക്കെ പറഞ്ഞ് ഓടി വന്നുകൊണ്ടിരുന്ന കുറെ പേര് അവര് അത് വിട്ടുപോയി എന്നുള്ളത് നമ്മൾ ഓർക്കില്ല. പിന്നീട് എപ്പോഴെങ്കിലും എങ്ങോട്ടെങ്കിലും പോവാൻ, കോഴിക്കോട് പോവാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അവരെ കാണുന്നു. അപ്പൊ ഞാൻ അയ്യോ ഇത്ര നാളായി കണ്ട, പണ്ട് ബ്ലഡ് കൊടുക്കാൻ വരുമായിരുന്നല്ലോ, ഇപ്പൊ എവിടെയാ? സാറേ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ ഇടയ്ക്ക് ദുബായിലോട്ട് പോയി, ഡ്രൈവറായിട്ടാണ്, ശരിയായില്ല, തിരിച്ചു വന്നു, ചെറിയ ചെറിയ ജോലിയാണ്, യൂബർ ഓടിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ അവരുടെ തന്നെ കാര്യങ്ങൾ കാരണം അവര് വിട്ടുപോകും. അപ്പൊ അവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു മോറൽ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. കാരണം ഇവർക്കൊക്കെ ബ്ലഡ് കൊടുക്കുക എന്നുള്ളത് ഒരിക്കൽ കൊടുത്തു അല്ലെങ്കിൽ ഒരു വൺ ടൈം വോളണ്ടറി ഡോണറൊക്കെ ഒരു ഹരമാണ്, അല്ലെങ്കിൽ അവര് ആ ഒരു നന്മയും കൂടെ അവരുടെ കയ്യിലുണ്ട്, ആ ഒരു ആൽട്രോയിസം ഉണ്ട്. അപ്പം ബ്ലഡ് ബാങ്ക് എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ഓടി വരും സത്യത്തിൽ. കാരണം അപ്പൊ ആ ഒരു ധാർമ്മികമായ ബാധ്യത, കാരണം പലപ്പോഴും നമ്മളുടെ ഒരു ഗവൺമെന്റ് സെറ്റപ്പിൽ, ഗവൺമെന്റ് എല്ലാം മെഡിക്കൽ കോളേജൊക്കെ ത്രൂപുട്ടാണ്. അപ്പൊ നമുക്കൊരു പേഴ്സൺ ടു പേഴ്സൺ പോകുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് പറ്റും, കാരണം ഒരു മാസം 600 ഒരു ഗ്രൂപ്പിനെ എപ്പോഴും ഒന്ന് അറ്റൻറ്റീവ് ആക്കി നിർത്താനൊക്കെ പറ്റും, അതിലോട്ടും പോകാൻ പറ്റും. റീറ്റെയിൻ ചെയ്യുക, സ്യൂട്ടബിൾ വോളണ്ടറി ഡോണേഴ്സ് ഉള്ളവർ വിട്ടുപോകാതെ നോക്കുക, ഇല്ലാത്തവരെ പുതുതായിട്ട് കയറ്റുക, വിട്ടുപോയവരെ തിരിച്ചു വിളിക്കുക. ആൻഡ് സ്ട്രാറ്റജി 15 വളരെ പ്രധാനമാണ്. റെക്കഗ്നൈസ് ബ്ലഡ് ഡോണേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി. കാരണം എനിക്ക് അറിഞ്ഞൂടാ, കാരണം അവരത്രയും അവരുടെ ഉള്ളിൽ എവിടെയോ ഒരു നന്മയുടെ നല്ലൊരു മരം വളരുന്നത് കൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. ഞാനിപ്പോഴും പറയുന്നു, ദേ ആർ നോട്ട് റെക്കഗ്നൈസ്. നമ്മൾ അവർക്ക് അർഹിക്കുന്ന റെക്കഗ്നീഷൻ കൊടുക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. അത് നമ്മൾക്ക് നമ്മളുടെ ഒരു മെഡിക്കൽ സൈഡിൽ വരുമ്പം നമുക്ക് പൊതുവെ നമ്മളുടെ ആ ഒരു സെൻസിറ്റീവ് സൈഡ് പോകും. അത് പ്രൊഫഷന്റെ ഭാഗമാണ്, തെറ്റെന്ന് പറയാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ച് ആ ഡോണർ വന്നു, കൊടുത്തു, റിയാക്ഷൻ ഉണ്ടായില്ല, പോയി. ബട്ട് അവിടെ ഒരു മനുഷ്യൻ വരുന്നുണ്ട്, അയാളുടെ സമയവും എല്ലാം മാറ്റി വരുന്നുണ്ട്. ചിലപ്പം റെക്കഗ്നീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മെമന്റോ ഒന്നും കൊടുക്കാൻ പറ്റില്ല, പക്ഷെ അവരെ ഒന്ന് കൺസിഡർ ചെയ്യാം, അവരോടൊന്ന് സംസാരിക്കാം. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഗിഫ്റ്റ്സ്. ഇപ്പം നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അടുത്ത ഒരു ബാങ്ക് കാണും, അവർക്കൊരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ ഒരു സ്കീം കാണും. അവരുമായിട്ട് ടൈപ്പ് ആയിട്ട് ഒരു കൊച്ചു ഗിഫ്റ്റ്, ഒരു കുഞ്ഞോ പിന്നോ അല്ലെങ്കിൽ ഒരു ബാഡ്ജോ വാട്ട് ഇസ് ദേ ക്യാൻ അഡ്വർടൈസ് ദെയർ എഴുതിക്കോട്ടെ, അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക, ഇത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തരുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ടു ഗുഡ്. ആൻഡ് ഒബ്വിയസ്ലി വളരെ സ്ഥിരമായിട്ട് വരികയും വളരെ ഫ്രീക്വന്റ്ലി നമ്മളെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഈ ഡേയ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഹോസ്പിറ്റൽ ഡേയിലോ മറ്റൊരു ആദരം കൊടുക്കുക. ഒരാൾക്ക് കൊടുത്ത എല്ലാവർക്കും കൊടുക്കുന്ന പോലെയാണ് പലപ്പോഴും. അതിന്റെ പേരിൽ വഴക്കുകളൊക്കെ ഉണ്ടാവും, അയാൾക്ക് കൊടുത്തു എനിക്ക് കൊടുത്തില്ല, അവർക്ക് കൊടുത്ത മെമന്റോ വലുതായി, എന്ത് ചെറുതായി എന്നൊക്കെ പറയും. അതൊക്കെ രണ്ടാമത്തെ വശം. പക്ഷെ ഒന്നാമത്തെ വശം, ആ ബ്ലഡ് ബാങ്ക് ഞങ്ങളെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗോൾ ഈസ് ക്വാളിറ്റി സർവീസ്. ഇനി ബ്ലഡ് പ്രൊഡക്റ്റിലോട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ കൺട്രിയിൽ നിന്ന് തുടങ്ങി റീജിയനിലോട്ട് വന്നു, ബ്ലഡ് ബാങ്കിലെ ഡോണർ റിക്രൂട്ട്മെന്റിലോട്ട് വന്നു, ഇനി ആ പ്രൊഡക്റ്റിലേക്ക് പ്രോപ്പർലി വരും. നമ്മളുടെ പ്യുവർ സയൻസ്, ഇതിലെനിക്ക് അധികം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ക്വാളിറ്റി ഡോണർ സർവീസും ക്വാളിറ്റി കെയറും കൊടുക്കണം. ആദ്യത്തെ പോയിന്റ്, സ്ട്രാറ്റജി 16, മേക്ക് ഇറ്റ് കൺവീനിയൻറ്റ് ഫോർ ഡോണേഴ്സ് ടു ഗിവ് ബ്ലഡ്. നമ്മളുടെ ലോജിസ്റ്റിക്സ് എത്രത്തോളം സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് സംശയകരമാണ്, എങ്കിലും ഡോണർക്ക് വേണ്ടിയാണ് ഒരു ബ്ലഡ് കളക്ഷൻ ഏരിയ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. പക്ഷെ എന്ന് വെച്ചിട്ട് നമുക്ക് 24 hour ബ്ലഡ് എടുക്കാൻ പറ്റില്ല, നമുക്കൊരു സ്റ്റിപുലേറ്റഡ് ടൈം ഉണ്ട് കമ്പോണന്റ് സെപ്പറേറ്റ് ചെയ്യാൻ. വി നോ ദാറ്റ് അല്ലെ, സ്ക്രീനിങ്ങിന് എപ്പോഴും ഡ്യൂട്ടിക്ക് ഇടാൻ ആളുണ്ടാവില്ല, ലോജിസ്റ്റിക് ഇഷ്യൂസ്. ബട്ട് നമ്മൾ ഈ ഒരു പോയിന്റ് മറക്കരുത്, കാരണം വി ആർ വർക്കിംഗ് ഫോർ ദം എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. കാരണം അറ്റ് ടൈംസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഉച്ച കഴിഞ്ഞ് ഞങ്ങളുടെ അവിടെ ബ്ലഡ് കളക്ഷൻ ഇല്ല, 2 മണിയോടെ ക്ലോസ് ഡൗൺ ചെയ്യും. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഫെഡറൽ ബാങ്കുകാരായിരുന്നു, ഒരു മാസം മുമ്പ് അവർ വന്ന് പറഞ്ഞു ഞങ്ങൾക്കൊരു ക്യാമ്പ് നടത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അവർക്ക് ഇൻ ഹൗസ് ക്യാമ്പാ വേണ്ടത്. അപ്പൊ പറഞ്ഞു നിങ്ങൾ വന്നോ. അപ്പം യൂഷ്വലി ഒരു 10 മണി തൊട്ട് 1 മണി വരെയൊക്കെ, ഒരു 10 to 12 താരതമ്യേന തിരക്ക് കുറവാണ്, ഒരു 8 to 10 നല്ല തിരക്കുണ്ടാവും. പിന്നെ ഉച്ചയ്ക്കും കുറെ ആൾക്കാർ, ഒരു ഇടയ്ക്കുള്ള സമയം ഫ്രീ ആണ്, ഞാൻ അപ്പൊ ഒരു സ്ലോട്ട് പോലെ തരാം,
നിങ്ങൾക്ക് കൺവീനിയൻറ്റ് റൂം. അപ്പോൾ അവർ സാറേ ഞങ്ങളുടെ ബാങ്കും അപ്പോഴല്ലേ ഏറ്റവും തിരക്കുള്ള സമയം, ഞങ്ങൾ എങ്ങനെയാണ് വരിക? ശരിയാണ്, ഞങ്ങൾക്ക് പക്ഷെ ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങാം, ഞങ്ങൾക്ക് ഒരു 2 മണി 3 മണി ഒക്കെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പതുക്കെ ക്ലോസ് ഡൗൺ ചെയ്യാം, ഒരാളൊക്കെ ആയാലും മതി, വി ക്യാൻ മാനേജ് ഇറ്റ്, ഞങ്ങൾ വരാമെന്ന്. അപ്പൊ ഞങ്ങളുടെ അവിടുത്തെ സ്റ്റാഫൊക്കെ പറയും സാറേ അന്ന് എങ്ങനെ? പക്ഷെ ഐ ടുക്ക് എ ഡിസിഷൻ. അവർ പറയുന്നത് ശരിയല്ലേ, സൺഡേ അവർക്ക് വേണ്ട ഒരു ദിവസമാണ്. അപ്പം അന്ന് ഞാൻ സെക്കൻഡ് ഷിഫ്റ്റ് ഇട്ടു. സെക്കൻഡ് ഷിഫ്റ്റ് എന്ന് പറയുമ്പം ഒരു 2 മണി തൊട്ട്, അപ്പം വേറെ കുറച്ച് ഒരു ടീം ഓഫ് ആൾക്കാർ ലീവൊക്കെ ഒന്ന് കുറച്ചൊക്കെ കട്ട് ചെയ്തു. ഒരു 3 പേര് ബ്ലീഡിങ് റൂമും കാര്യങ്ങളായിട്ട് വന്നു. ഡോക്ടേഴ്സിനോടും എനിക്ക് എൻ്റെ കൂടെ 4 അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ്, ഞാൻ ഒരാളോട് പറഞ്ഞു നിങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഇവരുടെ കെയർ തീർന്നിട്ട് 6 മണിക്കോ 7 മണിക്കോ പോകാം. സോ വി ക്യാൻ മേക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലുമൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. എല്ലായ്പ്പോഴും എല്ലാം നടക്കില്ല, ബട്ട് സ്പേസ് ഉള്ളിടത്തെല്ലാം അവർക്ക് വേണ്ടി സിസ്റ്റം ഷിഫ്റ്റ് ചെയ്യാം. ആൻഡ് സ്ട്രാറ്റജി 17, റീച്ച് ഔട്ട് ടു ഡോണേഴ്സ് ത്രൂ മൊബൈൽ ഡോണർ സെഷൻ. വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ് വേണം, പോണം. എപ്പോഴും പോകാൻ പറ്റുമോ അറിയില്ല, എങ്കിലും പറ്റുന്ന അത്രയും പോവുക. പോകുമ്പോൾ ഒരു കാര്യം മാത്രം ആലോചിക്കുക, വി ഹാവ് ടു റിപ്ലിക്കേറ്റ് ദ തിങ്. ക്വാളിറ്റിയും സേഫ്റ്റിയും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, സ്റ്റിൽ വി ഹാവ് ടു ഗോ. അത് തീരെ ഇല്ലാതാവരുത്. കാരണം ഞാൻ എപ്പോഴും പണ്ട് എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇൻഹൗസ് ആക്കി അവർ ഇവിടെ വന്ന് കൊടുക്കുമല്ലോ എന്ന്. പക്ഷെ ഞാൻ ഒരേ ടീം തന്നെ ഇൻഹൗസ് ആയിട്ടും ഔട്ട്ഡോറായിട്ടും കണ്ടിട്ടുണ്ട്. ഇൻഹൗസ് ആക്കുമ്പോൾ അവര് വരും, ഒരു വണ്ടിയൊക്കെ പണ്ട് അങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു കോവിഡ് ടൈമിലൊക്കെ. അവർ വന്ന ആകെ അമ്പരപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവരുടെ വേറൊരു സ്ഥലത്തിലോട്ട് വരിക. അപ്പൊ അവര് വരും, നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കും പോവും. അതിനൊരു തിരിച്ച് നമ്മൾ അവിടെ പോകുമ്പോൾ അത് അവരുടെ സ്ഥലമാണ്, അവരുടെ സ്വന്തം സ്ഥലമാണ്. ഹൗ മച്ച് എൻതൂസിയാസ് ദെയർ. അങ്ങോട്ട് ഇറങ്ങി ചെന്നിരിക്കുകയാണ് ഒരു നോബിൾ ഗ്രൂപ്പ് ഓഫ് ആൾക്കാര്. അവര് എൻതൂസിയാസ്റ്റിക്കലി ആളുകളെ റിക്രൂട്ട് ചെയ്യും, നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കി തരും. വിൽ ബി വിത്ത് അസ്. അവരുടെ സ്ഥലത്തുള്ള ദ ബെസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യും. സോ മൊബൈൽ ഡോണർ സെഷൻസ് വേണം. Obviously, the needs a balancing. And strategy 18, donor eligibility criteria. നമുക്കറിയാം MOHFW, NBTC, NACO and DCDSCO has put guidelines. നമ്മളുടെ രാജ്യത്തുള്ള ഗൈഡ് ലൈൻസ് വെരി ഇലാബറേറ്റ് ആൻഡ് ഫുൾ പ്രൂഫ് ഒന്നും അല്ല. കുറേ പോയിന്റ്സ് ഗ്രേ ഓർ അതിൽ മെൻഷൻ ചെയ്യാത്ത, അല്ലെങ്കിൽ അതിൽ included ആവാത്തതുണ്ട്. So that we have to, as a medical officer or as a scientific person, we have to decide. We have to be more towards donor side without compromising quality and safety. 140 എന്നാണ് BP പറയുന്നത്, 142 നോക്കുമ്പോൾ. അത് നമ്മൾ തിരിച്ചുവിടാൻ എന്ന് വെച്ചാൽ അതിൽ ഒരു വലിയ കഥയില്ല. കാരണം പണ്ട് 180 പിന്നീട് ഒരു കാലം വന്നപ്പോൾ അടുത്ത ഗൈഡ് ലൈൻ 160, പിന്നീട് 140. ഈ മൂന്നും കുറഞ്ഞത് എങ്ങനെയാന്നുള്ള റാഷണൽ ഇതുവരെ മനസ്സിലായിട്ടില്ല. സയന്റിഫിക് ആർട്ടിക്കിൾസിലെല്ലാം പറയുന്നുണ്ട് BP കൂടിയത് കൊണ്ട് ഡോണർക്കോ ബ്ലഡിനോ ഒരു കുഴപ്പമില്ല എന്നുള്ളത്. സോ ദാറ്റ് ഗൈഡ് ലൈൻ ഹാസ് സം സ്പേസ് ദർ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. 2 പോയിന്റ് എന്നുള്ളത് മെഷീന്റെ പ്രശ്നമാവാം, നമ്മൾ കേൾക്കുന്ന ടാപ്പിന്റെ പ്രശ്നമാവാം. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ അൺഅഡ്രസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ സേഫ്റ്റിയും ക്വാളിറ്റിയും കോംപ്രമൈസ് ചെയ്യാതെ ടുവേർഡ്സ് ഡോണർ സൈഡ് നിന്നുകൊണ്ട് തന്നെ ഡോണർ സ്യൂട്ടബിലിറ്റി അസസ് ചെയ്യണം. ആൻഡ് പ്രൊവൈഡ് ഡോണർ കൗൺസിലിംഗ്. ഇപ്പം അത് മാൻഡേറ്ററി ആണ്. കൗൺസിലർ വേണം, കൗൺസിലേഴ്സ് റൂം വേണം. കൗൺസിലിംഗ് എന്നുള്ളത് ഒരു വലിയ ഏരിയ ആണ്. അവര് കൗൺസിലർ പഠിക്കുന്ന ഒരു നോർമൽ കാര്യങ്ങളല്ല, അല്ലാതെ കുറേ അതിൽ ഇൻക്ലൂഡഡ് ആണ്. കുറേ ഇഷ്യൂസും ഫാക്ടേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ബിഗ് ടോപ്പിക്, ബട്ട് ഇറ്റ് ഷുഡ് ബി ദർ. ആൻഡ് ഫൈനലി ഡൊണേഷൻ സേഫ് ആൻഡ് പ്ലസന്റ് എക്സ്പീരിയൻസ് ആവണം. നല്ല AC റൂം, അത് മാൻഡേറ്ററി ആയതുകൊണ്ട് ഉണ്ടാവും. സ്റ്റിൽ അവർക്ക് കംഫർട്ടബിൾ ആയ വിഷ്വൽസ് കാണിക്കാം, ചെറിയൊരു മ്യൂസിക് വെക്കാം, പ്ലീസിങ് ആയി സന്തോഷമായിട്ടിരിക്കാം, അവരോട് സംസാരിക്കാം. ആൻഡ് എനിക്ക് പേഴ്സണലി, അതിപ്പോൾ എത്ര ബ്ലഡ് ബാങ്ക്സ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല, ഐ എം പേഴ്സണലി നോട്ട് അഗെയിൻസ്റ്റ് ദം വാച്ചിങ് സംതിങ് ഇൻ ഈവൻ ദെയർ ഫോൺ. കാരണം ചിലപ്പോൾ നമ്മൾ വെക്കുന്ന 90കളിലെ മലയാള സിനിമ ഗാനത്തേക്കാൾ കിടക്കുന്ന പയ്യന് കേൾക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ കാണാൻ ഇഷ്ടം റീലായിരിക്കും. അപ്പം ലെറ്റ് ഹിം ഡു ഇറ്റ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഞാനിരിക്കുന്നത് സമ്മതിക്കാം. അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് സെൽഫി എടുക്കണോ സെൽഫി എടുത്തോളൂ, ബാക്കി ഒരാളുടെ പ്രൈവസി ബ്രീച്ച് ചെയ്തത് മാത്രം. സോ ദേ ക്യാൻ ഡു. ഈവൻ കോൾ ചെയ്യുന്നത് പോലും ഐ ഡോണ്ട് നോ, വഴക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട് കോൾ ചെയ്യുമ്പോൾ. അതിനൊന്നും ഒരു സയന്റിഫിക് ബേസ് ഉണ്ടോ എന്ന് അറിയില്ല. അവർക്ക് അവരുടെ ഒരു പ്രിയപ്പെട്ട ആളുമായിട്ട് സംസാരിച്ചുകൊണ്ട് ബ്ലഡ് കൊടുക്കുന്ന ഒരു തെറ്റുണ്ടോ വെച്ചാൽ പേഴ്സണലി എനിക്ക് ഒന്നും ഇല്ലെന്ന്, ഐ എം നോട്ട് ഷുവർ. എന്തായാലും ഷുഡ് ബി എ സേഫ് ആൻഡ് അത് നമ്മൾ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ശ്രീചിത്ര ഒക്കെ നല്ല അറ്റ്മോസ്ഫിയർ കൊടുക്കുന്നതാ.
ശ്രീചിത്രയിൽ പോകാൻ ആളുകൾക്ക് എന്തൊരു കൊതിയ. അപ്പം അങ്ങനെ നമ്മൾ ചില സെന്റേഴ്സ് ഒക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. സോ ദാറ്റ് ഷുഡ് ബി ദ. ആൻഡ് ഫൈനലി ഒന്ന് രണ്ട് കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു 9:20 ഞാൻ 10 മിനിറ്റ് കൊണ്ട് ഒതുക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഞാൻ പതുക്കെ അതിൻ്റെ പേരിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. സോ ഇറ്റ് ഷുഡ് ബി വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ പ്രോഗ്രാം. ഇന്ത്യയിൽ അതുണ്ട്. ഇറ്റ് ഷുഡ് ബി ദർ. അത് നമ്മൾക്കും, അത് സ്റ്റേറ്റിന് വേണം, ഡിസ്ട്രിക്റ്റിന് വേണം, ഇൻസ്റ്റിറ്റ്യൂഷനും വേണം. സോ അത് എങ്ങനെ വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മളാണ്. കൺട്രി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. മോറോലെസ് WHO പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സേഫ്റ്റി വേണം, മോട്ടിവേറ്റ് ചെയ്യണം, എഡ്യൂക്കേറ്റ് ചെയ്യണം. അതിൻ്റെ തന്നെ വേറൊരു രൂപത്തിൽ പറയുന്നു. എൻകറേജ് ചെയ്യണം, അവയർനെസ് കൊടുക്കണം, ക്ലബ്സും അവരെല്ലാം ഇൻവോൾവ് ചെയ്യണം, വെരി ജനറലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ നൗ വി മസ്റ്റ് ഹാവ് എ വോളണ്ടറി ബ്ലഡ് ഡൊണർ പ്രോഗ്രാം. അതാണ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, അതിലെല്ലാം വരും നീഡ് അസസ്മെന്റ്. അപ്പൊ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യാനാണെങ്കിൽ നമ്മളുടെ ആവശ്യം നോക്കണം. ഹൗ ടു എഡ്യൂക്കേറ്റ്, ഹൗ ടു ക്യാമ്പയിൻ, ഹൗ ടു മോട്ടിവേറ്റ്, ഹൗ ടു കണ്ടക്ട് ഡൊണേഷൻ, ടു റെക്കഗ്നൈസ് ദം, ഹൗ ടു ഇൻക്ലൂഡ് മീഡിയ ഓർ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് എങ്ങനെ വേണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വരും. ചാലഞ്ചസ്, പൊതുവെ നമ്മളുടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പോകുമ്പോൾ ചാലഞ്ചസ്, ഇത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ളതാണ്. ഇതിന്റെ ഒരു മിനിയേച്ചർ നമ്മളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ സ്റ്റേറ്റോ ഡിസ്ട്രിക്റ്റോ ഏത് ലെവലിലാണെങ്കിലും വരും. ഗവൺമെന്റ് കമ്മിറ്റ്മെന്റ് സ്ട്രോങ് ആയിട്ട് വേണം. എല്ലാ അർത്ഥത്തിലുള്ള സപ്പോർട്ടും വേണം. ഒരു ബ്ലഡ് ഡൊണർ പ്രോഗ്രാം വേണം, സ്റ്റാഫ് സപ്പോർട്ട് വേണം, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് വേണം, പബ്ലിക് ട്രസ്റ്റ് വേണം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസ് ആയിട്ടുള്ള അവർക്ക് ബ്ലഡ് കൊടുക്കണം, ആളുകൾക്ക് ആവശ്യമാണ്. ദാറ്റ് വി ഹാവ് ടു ബിൽഡ്. ഒബ്വിയസ്ലി ഫൈനാൻഷ്യൽ റിസോഴ്സസ് വേണം. അപ്പൊ വി മസ്റ്റ് ഹാവ് എ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ പ്രോഗ്രാം എന്നുള്ളത് ഇങ്ങനെ ഓൾറെഡി ഉണ്ട്. ടു സ്ട്രെങ്തൻ ഇറ്റ് എന്നുള്ളതാണ്. അതുപോലെ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഹൈ ഇൻകം കൺട്രീസിൽ VBD കൂടുതലാണ്. ബട്ട് വി കനോട്ട് ചേഞ്ച് ദ കൺട്രി, ബട്ട് വി ക്യാൻ ചേഞ്ച് അവർ സിസ്റ്റം ഓർ പാറ്റേൺ എന്നുള്ളതാണ് വേറൊരു കാര്യം. നൗ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ എപ്പോഴും എല്ലാവരും, അതായത് ഞാൻ മുമ്പ് തുടങ്ങിയപ്പോൾ പറഞ്ഞു പാർട്ട്ണർഷിപ്പ്. വി നീഡ് എവ്രി വൺ. അതായത് ഗവൺമെന്റ് ഉണ്ട്, VBD ഏജൻസീസ് ഉണ്ട്, NGOs ഉണ്ട്. എവ്രി വൺ ഈസ് എ സ്റ്റേക്ക് ഹോൾഡർ. ബ്ലഡ് ബാങ്ക് ഉണ്ട്, ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. സോ എവ്രി വൺ ഈസ് എ സ്റ്റേക്ക് ഹോൾഡർ എന്നുള്ള പോയിന്റ് നമ്മൾ ഒരിക്കലും മറക്കരുത്. ആൻഡ് ഫ്യൂ അൺഅഡ്രസ്ഡ് ഒരു 2 അല്ലെങ്കിൽ 3 ഏരിയ ഉണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂത്ത് ഒരു 25 to 35 തന്നെയാണ് മെജോറിറ്റി ഡൊണേറ്റ് ചെയ്യുന്നത്. സോ 25-ൽ താഴെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്. ഇറ്റ്സ് നെയിം ഇസ് ക്ലബ് 25. അതൊന്നും വളരെ സ്ട്രോങ് ആയിട്ട് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ക്ലബ് 25 ബേസിക്കലി സിംബാബ്വേയിൽ തുടങ്ങിയതാണ്. സിംബാബ്വേയിൽ 1989 തുടങ്ങിയിട്ട് എന്തിനായിരുന്നു വെച്ചാൽ അന്ന് ഡൊണേഷൻസ് ഒക്കെ കുറഞ്ഞപ്പം അവരതിനെ പ്ലഡ്ജ് 25 എന്ന് പറയും. എല്ലാ കുട്ടിയെ കൊണ്ടും ഒരു പ്ലഡ്ജ് എടുപ്പിക്കും. 18 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്ക് 25 തവണ ബ്ലഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ നൽകാം എന്നുള്ളത്. എന്നിട്ട് അവരെ അതിലോട്ട് അട്രാക്ട് ചെയ്യുക. അപ്പം പക്ഷെ എന്താ അവിടെ ആക്ച്വലി ബ്ലഡ് ഡൊണേഷനേക്കാൾ അപ്പുറം എന്തുണ്ടായെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ട കുറേ കാര്യങ്ങൾ അവർക്ക് അതിലൂടെ, കുട്ടികളുടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടായി, ക്ലാസ്സസ് ഉണ്ടായി, അവർക്ക് പലതരത്തിലുള്ള അവയർനെസ്, ഡ്രഗ്സിന് എഗെയിൻസ്റ്റുള്ള അവയർനെസ്, ഹെൽത്തി സെക്ഷൽ ലൈഫ് ലീഡ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള അവയർനെസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിന്റെ കൂടെ. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾക്ക് നമ്മളുടെ ചുറ്റും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട്. കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ അപ്പം അവർ 2-3 വർഷം അവിടെ പഠിക്കും. അതിനുശേഷം നമ്മളുടെ റെഗുലർ ഡോണറായിട്ട് 25 കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു സിസ്റ്റത്തിലോട്ട് വരുത്താം. അതിൽ ഹൈ ലെവൽ സപ്പോർട്ട് നമുക്ക് നമ്മളുടെ ഒരു ഏരിയക്ക് അനുസരിച്ച് അതിനെ അഡാപ്റ്റ് ചെയ്യണം. പ്ലാനിങ് ഉണ്ട്, ഒബ്വിയസ്ലി ബഡ്ജറ്റ് വരും, ആൾക്കാർ അതിന് റെഡിയാണ്. അതിന് ലീഡർഷിപ്പ് ഭയങ്കര പ്രധാനമാണ്. ഡെഡിക്കേറ്റഡ് ആൻഡ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ ഇത് പാടും. പിന്നെ സപ്പോർട്ട് ആൻഡ് കമ്മിറ്റ്മെന്റ് ഫ്രം യൂത്ത്, അവരും നമ്മളുടെ കൂടെ നിൽക്കണം. ബട്ട് ഞാനിതുവരെയും കണ്ടിട്ടുള്ളത് കുട്ടികൾ നിൽക്കും. കാരണം കുട്ടികളോട് ഇപ്പം ഞാൻ എത്രയോ ക്ലാസ്സിന് പോയിട്ടുണ്ട്, കോളേജിലും സ്കൂളിലാണെങ്കിലും ഒക്കെ. ഇന്ന് വരെ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഒരു 22 വയസ്സിൽ താഴെയുള്ള ഒരാളാണ് ഞാൻ പറയുന്നത്, ഒരാൾ പോലും ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്, സാറേ ഈ ബ്ലഡ് കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഗുണമെന്ന്. പക്ഷെ ഒരു 25 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സിന് മുകളിലുള്ള ഒരു ക്രൗഡുള്ള
ഒരു 100 ക്ലാസ്സിന് പോയിട്ടുണ്ടെങ്കിൽ ഒരു 98 ക്ലാസ്സിൽ ഞാൻ ആ ചോദ്യം കേട്ടിട്ടുണ്ട്, എന്തിനാ ഞങ്ങളിത് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഗുണം എന്ന്. അതൊരു തെറ്റൊന്നുമല്ല, അതൊരു സോഷ്യൽ ഷിഫ്റ്റ് ആണ്, അത് നമുക്കും അറിയാം അല്ലെ. അതൊരു ഒരു പൗരനായി വളരുമ്പോൾ അത് ചോദിക്കാം. പക്ഷെ അപ്പൊ കുട്ടികളുടെ ആ ഒരു ഇന്നസെൻസും അവരുടെ ഒരു ക്ലാരിറ്റിയും നമുക്ക് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പം അത് നമ്മൾ വർക്ക് ചെയ്യണമെന്ന് മാത്രം. ആൻഡ് വി നീഡ് കോൺസ്റ്റന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഫോർ ക്ലബ് 25. ആൻഡ് അനദർ ഈസ് വോളണ്ടറി ബ്ലഡ് ഡോണർ ഏജൻസീസ്. അവരുമായിട്ട് ഉള്ളൊരു പ്രോപ്പർ ലൈൻസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ദേ ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് എ ഗുഡ് വിൽ. അതിൽ പല ഓർഗനൈസേഷൻസ് ഹൈലി സക്സസ്ഫുൾ ആയിരിക്കാം, പലരും അല്ലായിരിക്കാം, മീഡിയോക്കർ ആയിരിക്കാം. ദാറ്റ് ഡിപ്പെൻസ്. കാരണം ഇപ്പൊ എനിക്കറിയാം എത്രയോ ഓർഗനൈസേഷൻസിൽ ചിലപ്പോൾ ഒരു സാധാരണ ചുമട്ടുതൊഴിലാളി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരിക്കാം. അവർ ആ പ്യുവർ ഗുഡ് വില്ലോടെയാണ് തുടങ്ങുന്നത്. പിന്നെ അവർക്ക് ആ സസ്റ്റെയിൻ ചെയ്യാൻ പല പ്രശ്നങ്ങൾ കൊണ്ടും പറ്റില്ല. അപ്പൊ അവരെയെല്ലാം കോർത്തിണക്കാൻ ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ചിലപ്പോൾ നമ്മൾക്ക് പറ്റും, നമ്മുടെ ബ്ലഡ് ബാങ്കിന് പറ്റും. ആൻഡ് ഒരു വോളണ്ടറി ബ്ലഡ് ഓർഗനൈസേഷൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ സംതിങ് നോൺ ആസ് അസോസിയേഷൻ ഓഫ് വോളണ്ടറി ബ്ലഡ് ഡൊണേഴ്സ് ഇൻ വെസ്റ്റ് ബംഗാൾ, പണ്ട് തുടങ്ങിയതാണ്, കുറേ വർഷം, അതായത് ഈ WHO ഒക്കെ വോളണ്ടറി ചിന്തിക്കുന്നതിന് മുമ്പേ ബംഗാളാണ് വളരെ റൂട്ടഡ് ആയിട്ട് വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ തുടങ്ങിയിട്ടുള്ളത്. അവർക്കൊരു ആന്തം ഉണ്ട്, അവർക്ക് പല എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി, ഇത് കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിയത്. പല സർട്ടിഫിക്കറ്റ് കോഴ്സസ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ലെക്ചേഴ്സ് ഉണ്ട്, ഡിപ്ലോമ കോഴ്സ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആവാം ഒരു BBD ഓർഗനൈസേഷൻ പോവാവുന്ന ലെവല്. മോട്ടിവേഷൻ ഹോർഡിങ്സ്, IEC, മീഡിയ, എക്സിബിഷൻ, എവറിത്തിങ്. ഡൊണേഷൻ ഡ്രൈവ്സ് ഇഷ്ടം പോലെ, പബ്ലിക്കേഷൻസ് ഉണ്ട്, കോൺഫറൻസസ് നടത്തുന്നു, മീറ്റിംഗ്സ് നടത്തുന്നു. ആൻഡ് അവർക്ക് ഉള്ളത് നോക്കിയ റയർ ബ്ലഡ് ഗ്രൂപ്പ്, ഇപ്പോഴാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിനിൽ ഇരിക്കുന്ന ആൾക്കാർ പോലും RBDR ഒക്കെ പറയുന്നതിന് മുമ്പേ അവർക്ക് റയർ ഗ്രൂപ്പ് പാനൽ, റാഷണൽ യൂസ് ഓഫ് ബ്ലഡ് ഒക്കെ അവർ പണ്ടേ ചിന്തിച്ചു തുടങ്ങി. സോ റിസർച്ച് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പലതരത്തിൽ ട്രെയിനിങ് സെന്റർ, ഇതിനു വേണ്ടി കമ്പ്യൂട്ടർ സെന്റർ ഗവൺമെന്റുമായിട്ട് ലൈസ് ചെയ്തിട്ടുണ്ട്, ഇന്റർനാഷണൽ ആയിട്ട് കോൺടാക്ട് ചെയ്ത്, ഇതെല്ലാം അവർക്കുണ്ട്. ആ ഒരു അസോസിയേഷന്റെ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. സോ an association can go to any level. ഇതൊക്കെ കള്ളം പറയുന്നതല്ല, അതിന്റെ എല്ലാ പിക്ചേഴ്സ് ഇങ്ങനെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. പല പല ഡൊണേഷൻ ഉണ്ട്, റെക്കഗ്നീഷൻ ഉണ്ട്. ഇതിന്റെ എല്ലാ അവസാനം നോക്കി 12 ലക്ഷം യൂണിറ്റ്സ്, അതായത് ഒരു കാലയളവ് ഉണ്ട് 1980s തൊട്ടിട്ട് ഇത്രയും ഡോണേഴ്സിനെയും അവർ റിക്രൂട്ട് ചെയ്തിട്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു ക്യാച്ച് എന്നുള്ളതാണ്. സോ ഈവൻ അവരുടെ കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ എനിക്ക് ഇഷ്ടം തോന്നിയിട്ട്, ഇതൊരു 30 വർഷത്തെ ഡാറ്റയാണ്. അന്നത്തെ പണ്ട് തൊട്ടുള്ള ഡൊണേറ്റ് വാട്ട് യു ത്രോ കുറേ ഉണ്ട്, അതൊക്കെ കാണാൻ ഒരു ബുക്കാണ് അത്. ഓരോ പോസ്റ്റേഴ്സ് നമ്മൾ കണ്ടിരുന്നു, കുറെ എല്ലാം ബംഗ്ലയിലാണ്. ഇങ്ങനത്തെയൊക്കെ വളരെ ടച്ചിങ് ആയിട്ട്, മൈ സൺ ഈസ് ബാക്ക് ഹോം ബിക്കോസ് യു ഡൊണേറ്റഡ് ബ്ലഡ്, ഇങ്ങനത്തെയൊക്കെ വളരെ ഇപ്പോഴാണ് റീസെന്റ് ആയിട്ട് നമ്മൾ പലപ്പോഴും ഇതൊക്കെ കാണുന്നത്. പക്ഷെ ആ കാലത്ത് ഒരു പക്ഷെ 80s വന്നൊരു പോസ്റ്റർ ആയിരിക്കാം ഇത്, അതവർ റിലീസ് ചെയ്തിട്ടുണ്ട്. സീമ കമ്മിങ് ഹോം, യു ഗേവ് ബ്ലഡ്, ഒരു കുഞ്ഞിന്റെ പടം, I too will give blood, എല്ലാം ഇൻക്ലൂഡഡ് ആണ്. നമ്മളുടെ ഒരു സെൻസിറ്റീവ് ഏരിയയെ ടച്ച് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളെല്ലാം ഇനി ബ്ലഡ് കൊടുക്കണം. ദേ ഹാവ് പ്ലെന്റി ഓഫ് പോസ്റ്റേഴ്സ്. ആൻഡ് അവരെ അതുകൂടാതെ കുറെ ഇങ്ങനത്തെ സ്ലോഗൻസ്, അതൊരു കുറെ 100 എണ്ണം ഒക്കെ ഉണ്ട്. ഇറ്റ്സ് ഇപ്പൊ നമുക്ക് ChatGPT നെറ്റൊക്കെ ഉള്ളത് കൊണ്ട് അതിനുള്ള റിസോഴ്സ് ഈസിയാണ്. പക്ഷെ അന്നത്തെ കാലത്ത് നോക്കൂ, ഇതെല്ലാം അവരൊരുപാട് സ്ലോഗൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു. നല്ല നല്ല രസമാണ് ഇത് വായിക്കാൻ. സ്റ്റാമ്പ്സ്, അവർക്കൊരു കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്സ് ഉണ്ട്. അപ്പം വോളണ്ടറി ബ്ലഡ് ഡോണർ ഏജൻസി ആയിട്ട് വി ഹാവ് ടു ലൈസ് ദേ ഹാവ് ദെയർ റോൾ എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ പോയിന്റ്. ആൻഡ് ഫൈനലി തീരെ അൺഅഡ്രസ്ഡ് ആയ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഫീമെയിൽ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ. നമ്മൾക്ക് അതിൽ ഒരു തെറ്റ് വരുന്നുണ്ട്, ഫിസിയോളജിക്കലായ ഒരു കാരണം അതിലുണ്ട്. ശരി, നമ്മളിപ്പോൾ ഒരു ക്യാമ്പിന് പോയാൽ 100 ഗേൾസ് വരുവാണെങ്കിൽ, ഇപ്പോൾ ഒരു കോളേജിൽ സെന്റ് മേരീസ് കോളേജിൽ പോയി 100 പേര് വന്നാൽ 30 പേർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവരെ ഇതർ അണ്ടർ വെയിറ്റ് ഓർ അനീമിയ. അതൊരു സത്യമായ കാര്യമാണ്, അതൊരു ഡാറ്റയാണ്, അതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, അതിനോട് ഞാനല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇന്ന് വരെ നമ്മൾ ആരും ചിന്തിക്കാത്തൊരു കാര്യം ഉണ്ട്. പക്ഷെ ചിന്തിച്ച് കാണും, പക്ഷെ വർക്ക് ചെയ്യാത്തൊരു കാര്യമുണ്ട്. വൈ ദാറ്റ് 70 ഈസ് അനീമിക്. ഗവൺമെന്റ് ഒക്കെ അത് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. കൗമാരക്കാർക്കുള്ള പ്രോഗ്രാമുകളുണ്ട്, കേരളത്തിൽ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്നൊക്കെ ഉണ്ട്. നീള എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആക്ച്വലി അത് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ഗേൾസിനെ എടുത്ത് ഒരു ടീം ഓഫ് ഹെമറ്റോളജിസ്റ്റ് ഉണ്ട്, അതിൽ ജനറൽ ഫിസിഷ്യൻ ഉണ്ട്, ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. ദേ ട്രൈ ടു
സിറ്റ് ഓൺ ദാറ്റ് ഇഷ്യൂ. അത് നമ്മൾ ആരും അത് ചെയ്തിട്ടില്ല. ഇറ്റ്സ് എ വെരി ബിഗ് ഏരിയ. ഒരു പക്ഷെ നിങ്ങൾക്ക് ഇപ്പം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യുവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാൻ ഈവൻ ടേക്ക് അപ്പ്. അങ്ങനെ ഒരു നമുക്ക് ഡെഫർ ചെയ്തു, പോയി ടാറ്റ. അതിന് പകരം എന്തുകൊണ്ടാണ് ഇവരുടെ അപ്പം ചിലപ്പോൾ അഡ്രസ് ചെയ്യാൻ പറ്റും. വി നോ ഇന്ത്യയിലൊക്കെ ജനറലി 10 to 11 എന്നുള്ളത് ഫീമെയിൽ സംബന്ധിച്ച് നോർമൽ SB ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് വിടുവാണ് ആ പോയിന്റിൽ. അങ്ങനെയല്ല. വൈ നോട്ട് 13 അല്ലെങ്കിൽ വൈ നോട്ട് 14? എന്തുകൊണ്ട് പറ്റുന്നില്ല? നോർമൽ മെൻസ്ട്രേഷൻ മാത്രമാണോ? ഇപ്പൊ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇവർ ഡയറ്റ് ആയിരിക്കാം, പ്രോപ്പറായിട്ട് ന്യൂട്രീഷനിൽ അഡ്വൈസ് കിട്ടുന്നുണ്ടാവില്ല, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടാവില്ല, ചിലപ്പം ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാം. സോ അതെല്ലാം കഴിഞ്ഞിട്ട് അനീമിക് ആണെങ്കിൽ ലീവ് ഇറ്റ്. ബട്ട് വി ഹാവ് ടു അഡ്രസ് ഇറ്റ്. ഈവൻ എനിക്കറിയാം, എൻ്റെ തന്നെ ഡോക്ടർ ഫ്രണ്ട്സ്, ദേ വോണ്ട് ടേക്ക് ഫുഡ്, അവരെങ്ങനെ നടക്കും, അഡ്ജസ്റ്റ് ചെയ്യും. സോ there is some difference in the trend of food pattern of girls, obviously. അപ്പം അതെല്ലാം ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. സോ ലൈക്ക് ഫൈനലി ഈ ഒരു സെന്റൻസ് എനിക്ക് ഇടാൻ തോന്നുന്നു. യു കാൻ ഡു എനിത്തിങ് അബൌട്ട് ദ ലെങ്ത് ഓഫ് യുവർ ലൈഫ്, ബട്ട് യു ക്യാൻ ഗോ സംതിങ് അബൌട്ട് യുവർ വിത്ത് ആൻഡ് ഡെപ്ത്. അത് നമ്മുടെ കയ്യിലാണ്. സോ ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ അല്ലെങ്കിൽ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ റിക്രൂട്ട്മെന്റ് എന്നുള്ളത് നമ്മുടെ പ്രൈമറി മോട്ടോ. കാരണം ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് വേണം. ഇപ്പം ബിലീവേഴ്സ് ചർച്ചിന്റെ ബ്ലഡ് ബാങ്കിൽ 3000-4000 യൂണിറ്റ് വേണം എന്നുള്ളത് ഓൾമോസ്റ്റ് പ്രെറ്റി ഷുവർ ആണ്. അത്രയും ഡൊണേഷൻ നമുക്ക് വോളണ്ടറി ആക്കുകയും അതൊരു പ്ലസന്റ് പീസ് ഓഫ് ആർട്ടാക്കി മാറ്റാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റാർട്ട് ഫ്രം സ്മോൾ സിമ്പിൾ തിങ്സ്. ഇതൊന്നും മാൻഡേറ്ററി അല്ല. നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മളുടെ കംഫർട്ട്, നമ്മളുടെ കൺവീനിയൻസിന് അനുസരിച്ച് മാത്രം മുന്നോട്ട് പോയാൽ മതിയാവും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ കൃത്യം 1 മണിക്കൂർ, അത് നോക്കിയിട്ടല്ല, കൃത്യം 1 മണിക്കൂർ എടുത്തിട്ടുണ്ട്. സോ താങ്ക് യു. ആൻഡ് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ, എനിക്ക് നിങ്ങളുടെ നിന്നും പഠിക്കാം, അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. ഐ ആം സ്റ്റോപ്പിംഗ് സ്ക്രീൻ ഷെയറിംഗ്. താങ്ക് യു. താങ്ക് യു സർ. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ടോക്കായിരുന്നു സർ. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയാനുണ്ട്. ഞങ്ങളും ആക്ച്വലി സൺഡേ ബ്ലഡ് ഡൊണേഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതുപോലെ ഞങ്ങൾക്കും ഇതുപോലെ ഇപ്പൊ സൺഡേ ഹോളിഡേ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം ഞങ്ങളും റീസെന്റ് ഇതുപോലെ കുറെ ആൾക്കാർ ചോദിച്ചു, അവര് ഫ്രീ ആയിട്ടുള്ളത് സൺഡേ. അപ്പൊ നമുക്ക് ഫ്രീ ആന്ന് നമുക്ക് ആവാൻ പറ്റത്തില്ലല്ലോ. അവര് ഫ്രീ ആയിട്ടുള്ളത് സൺഡേയാ. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് സൺഡേ വെച്ചുകൂടാ എന്നൊരു. പിന്നെ ലാസ്റ്റില് ഞങ്ങൾ ഇപ്പൊ സൺഡേയിലും ഡൊണേഷൻ തുടങ്ങി. അപ്പം ബേസിക്കലി ചിലപ്പോ ഈ വർക്കിംഗ് ഡേയ്സിനേക്കാളും കൂടുതൽ സൺഡേയിൽ ഡൊണേഷൻ ഓഫ് അവേഴ്സ്. ഈവൻ ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് അതൊക്കെ അവർ പറയും ശരി. ഇപ്പൊ എനിക്ക് സത്യത്തിൽ ഹൃദയം കൊണ്ട് ആഗ്രഹമുണ്ട്. ഇപ്പം ഒരു സ്ലോട്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 8 to 2 ആണ് നമ്മളുടെ ഹോൾ പ്രോസസ്സ് നടക്കുന്നത്. അതായത് ബ്ലഡ് കളക്ഷൻ, കോമ്പണന്റ് സെപ്പറേഷൻ, ആ ഒരു സെറ്റ് മൊത്തം നടക്കുന്നത്. സെൽ സിറം ഗ്രൂപ്പിംഗ് ഒക്കെ, സ്ക്രീനിങ് ഒബ്വിയസ്ലി ഉച്ച കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്, ഒന്നിച്ച് സെറ്റ് ആയിട്ടേക്കുക. അപ്പം 2 to 8 ആയിരുന്നു എന്ന് വിചാരിച്ച ബ്ലഡ് കളക്ഷൻ. അയാൾക്ക് ഇതിനേക്കാൾ കൺവീനിയന്റ്. കാരണം അവരൊരു ദിവസത്തെ ജോബ്, ഒരു പെയിന്റർ ആണ്, അയാളുടെ 1000 രൂപ കൂലി കിട്ടുന്നത് കളഞ്ഞിട്ടാണ് അവർ ഡൊണേറ്റ് ചെയ്യാൻ വരുന്നത്. അത് വരുമ്പം ചിലപ്പോൾ BP കൂടുതലാന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു വിടും. അത് നമുക്ക് വേറെ നിർവാഹമൊന്നുമില്ല. സോ അവരുടെ ഒരു കൺവീനിയൻസിലേക്ക് എത്രത്തോളം മാച്ച് ചെയ്യാം എന്നുള്ളത്. പക്ഷെ നമ്മളൊരു ലോജിസ്റ്റിക്സ് ഉണ്ട്, നമുക്ക് പൂർണ്ണമായിട്ടും പറ്റില്ല. ബട്ട് കടുംപിടുത്തങ്ങൾ കുറെയെങ്കിലും ഒക്കെ ഒഴിവാക്കാം എന്നുള്ളതാണ് അതിൽ. കാരണം എല്ലാം അങ്ങ് നമുക്ക് പറയുന്ന പോലെ നടക്കില്ല. അതിന് 3 times സ്റ്റാഫ് വേണം. അത്രയൊന്നും പറ്റില്ല. പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും പറ്റില്ല. ബട്ട് വി ക്യാൻ അറ്റ്ലീസ്റ്റ് അഡ്ജസ്റ്റ് ഓർ കൺസിഡർ, അല്ലേ? തീർച്ചയായും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിന്റെ അടുത്ത് ചോദിക്കാം. Sir, I have a question. So, sometimes നമ്മളിപ്പം അവർക്ക് എൻകറേജ്മെന്റ് എന്ന നിലയിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഫുഡ് കൂപ്പൺ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അത് will it affect നോവേ ചെയ്യരുതെന്നല്ലേ സാർ പറഞ്ഞത്? അതുകൊണ്ട് അതിലൊരു ക്ലാരിറ്റി ഞാൻ പറയാം സാർ. ഇപ്പൊ തന്നെ നമ്മൾക്ക് ഈ SBI എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ഹെഡ്ഷിപ്പിലുള്ള ആൾക്കാർ അത്ര ചിന്തിച്ചിട്ടല്ലെന്ന് തോന്നുന്നു, ഒരു ഡിസിഷൻ എടുത്തു. 500 രൂപയുടെ ഒരു വൗച്ചർ കൊടുക്കാമെന്ന്. അപ്പം നമുക്കപ്പം അത് പറ്റുമോ ഇല്ലയോ? അപ്പം അത് പറ്റില്ല എന്തായാലും. ബട്ട് ഈ പറഞ്ഞതുപോലെ ഒരു മണി ആയിട്ട് അതിനെ ഒരു ടാഗ് ലൈൻ പോലെ ആലോചിച്ചാൽ മതി.
ഒരു മണി അല്ലെങ്കിൽ ഒരു പൈസയായിട്ട് രൂപയായിട്ട് കൺവേർട്ടബിൾ അല്ലാത്ത എന്ത് നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ്. കാരണം അപ്പം നമ്മളിപ്പം ഫുഡ് കൂപ്പൺ കൊടുക്കുന്നു, ഈ ഒരു നോർമൽ എമൗണ്ടോ ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു നോർമൽ റെസ്റ്റോറൻറ്റിലോട്ടോ മറ്റോ ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ക്യാൻറ്റീനിലായിട്ട് കൊടുക്കണമെങ്കിൽ ഹീസ് നോട്ട് ഗോയിങ് ടു ഒരു ഡോണർ പോയിട്ട് ഈ ഫുഡ് കൂപ്പൺ ആർക്കെങ്കിലും വേണോ 30 രൂപയുടെ 50 രൂപ, ഇറ്റ് മേ നോട്ട് ഹാപ്പൻ. അപ്പം അങ്ങനെ അതൊരു വളരെ ജെന്റിലായിട്ടുള്ള കാര്യങ്ങൾ കുഴപ്പമില്ല സാർ, ബട്ട് വളരെ പ്രകടമായിട്ടുള്ളത് വരുമ്പോൾ മാത്രമേ പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ. അതർവൈസ് നമുക്ക് അയാൾക്ക് അതൊരു മണി കൺവേർട്ടബിൾ ആയിട്ട് ഒരാൾ ചെയ്യുന്നതല്ല, അതൊരു ട്രെൻഡായിട്ട് ബിലീവേഴ്സിൽ കൊടുത്ത എടാ നമുക്ക് ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട് എന്ന രീതിയിൽ ഇംപ്ലിമെന്റഡ് ആവാത്ത എന്ത് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് സാർ. താങ്ക് യു സാർ. സാർ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു സർജറി പേഷ്യന്റിന് 3 ബ്ലഡ് വേണമായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് കുറവായതുകൊണ്ട് നമ്മൾ റീപ്ലേസ്മെന്റ് തരാൻ പറഞ്ഞപ്പോൾ ആ പേഷ്യന്റിന്റെ ആള് പറയുകയാണ്, നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഇല്ലെന്ന്, റീപ്ലേസ്മെന്റ് ചോദിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കില്ല, ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും നമുക്ക് അങ്ങനെ ചോദിക്കാനുള്ള റൈറ്റ് ഇല്ലേ സാറേ? കാരണം നമുക്കിപ്പം ഫുൾ വോളണ്ടറി ഡോണേഴ്സ് ആയിട്ടില്ല, നമുക്ക് റീപ്ലേസ്മെന്റ് കൂടെ കിട്ടിയാലേ നമുക്ക് ഞങ്ങളുടെ ബ്ലഡ് ബാങ്ക് മുന്നോട്ട് പോകത്തുള്ളൂ. ക്യാമ്പ് ഉണ്ട്, എന്നാലും നമുക്ക് തികയത്തില്ല നമുക്ക് റീപ്ലേസ്മെന്റ് കൂടെ കിട്ടാതെ. അപ്പം പുള്ളി കാര്യമായിട്ട് പറയുക, അതിനുള്ള റൈറ്റ് ഒന്നും നിങ്ങൾക്കില്ല, എനിക്ക് കിട്ടിയാൽ ഞാൻ തരാം, നിങ്ങൾക്ക് അത് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ലെന്നാ പറയുന്നത്. അത് മാഡം, അതായത് ആള് പറഞ്ഞത്ര പോലെ റൈറ്റ് ഇല്ല എന്ന് പറയാനുള്ള ഒരു സ്പേസ് അവർക്കും ഇല്ല. കാരണം നമ്മൾ ഈ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്യണം. അതായത് നമുക്കിപ്പോ ഒരു ബൈ റൂൾ നമുക്ക് 100% വളരെ WHO പറഞ്ഞതിന്റെ പിറ്റേന്ന് നമ്മൾ 100% ഒന്നും ആവില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്കൊരു പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്നൊരാൾ പറയുന്നു, 2 പോലീസിനെ നമുക്ക് എല്ലാവർക്കും എല്ലാ വീടുകളിലും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് റൈറ്റ് ഇല്ല, എനിക്കൊരു ഫിയർ വരുന്നുണ്ട്, എന്നെ ആൾ ആക്രമിക്കുമെന്ന് തോന്നുന്നു, എനിക്കൊരു പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ ഇറ്റ് നോട്ട് ഹാപ്പൻ എന്ന് പറയുന്നത് പോലെയാണ് നമ്മളുടെ ഡൊണേഷന്റെ കാര്യം. അപ്പം അത് നമുക്ക് അവരോട് പറയാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് വഴക്കടിക്കാം, ബട്ട് ഫാക്ട് ഈസ് നമ്മളുടെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ സിസ്റ്റം, അതിപ്പം നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രമല്ല ഇൻ ജനറൽ അങ്ങനെ തന്നെയാണ്. ഒരു പ്ലാൻ സർജറീസിൽ നമുക്കിപ്പം അല്ലാതെ സപ്പോർട്ട് ചെയ്യേണ്ട വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. RT ആയിട്ട് വരുന്നവര്, സർജറി തന്നെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ബ്ലീഡ് ചെയ്യുന്നവര്, കുറെ പേര് അങ്ങനെയെല്ലാം വരും, അല്ലെങ്കിൽ PPH ആയിട്ട് ഉള്ളവർക്ക്. അപ്പൊ പ്ലാൻ സർജറീസിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് പ്ലാൻ സർജറീസിൽ ദേ ഹാവ് ടൈം, ദേ ഹാവ് എല്ലാം ഉണ്ട്, ഇനഫ് സപ്പോർട്ട് സിസ്റ്റം. അല്ലെങ്കിൽ നോർമൽ ഡെലിവറിക്ക് വേണ്ടി 9 months കിട്ടുന്നു. അപ്പം ദ സിസ്റ്റം ഈസ് ഫങ്ഷനിങ് ലൈക്ക് ദാറ്റ്. അപ്പം അത് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം. പിന്നെ ഇങ്ങനെ കിടന്ന് വഴക്കടിച്ച് വി ഹാവ് ടു ഗിവ്, ബട്ട് അറ്റ്ലീസ്റ്റ് ആള് മനസ്സിലാക്കണം, അങ്ങനെ വഴക്കടിച്ച് ഒരൊറ്റ പോയിന്റിൽ നിൽക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്ന് അറിയണം. എന്നിട്ടും വഴക്കടിക്കുകയാണെങ്കിൽ രക്ഷയൊന്നുമില്ല, ബട്ട് ഹി ഹാസ് ടു നോ. കാരണം അങ്ങനെ അല്ലല്ലോ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത്. കാരണം എനിക്കിപ്പോ തോന്നും, നമ്മളുടെ ഇപ്പം സത്യത്തിൽ നമ്മളുടെ ഏറ്റവും അധികം റീപ്ലേസ്മെന്റ് ഡൊണേഷൻ വരുന്നത് മെറ്റിക്കുലസ് ആയിട്ട് ഡോണറിനെ വിളിച്ചു വരുത്തി ബ്ലഡ് കൊടുപ്പിക്കുന്നത് ഗൈനക്കോളജി ആൻഡ് ഒബ്സ്ട്രക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ONGയില് നോർമൽ ഡെലിവറിക്കും സിസേറിയനും ഒരു യൂണിറ്റ് പോലും പോവാറില്ല. പിന്നെ എപ്പോഴെങ്കിലും PPH അടിച്ച 30, 40, 50 യൂണിറ്റ് പോകും, അത് വേറെ കഥ. അപ്പം നമ്മൾക്ക് അങ്ങനെ വെറും ന്യായം മാത്രം നോക്കി, അല്ലെങ്കിൽ ചിലപ്പം യൂറോളജി നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്, അവര് ചിലപ്പോൾ സ്റ്റോൺ ബ്രേക്ക് ചെയ്യാൻ, ശരിക്കും നമ്മളുടെ MSBOS ഒക്കെ നോക്കി അവർക്ക് അവരെ ഡോണറെ അറേഞ്ച് ചെയ്യണ്ട. ബട്ട് MSBOS ഒരു സൈഡിൽ നിൽക്കുമ്പം നമ്മളുടെ ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് വേറൊരു തരത്തിൽ ഡെലിക്കേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം എന്നുള്ളത് പ്രസക്തമാണ്. പിന്നെ അവർക്ക് പറയാം, ഇപ്പൊ 3 യൂണിറ്റ് വേണമെങ്കിൽ ഓക്കെ, നിങ്ങളുടെ വോളണ്ടറി ബ്ലഡ് ഡോണർ ഏജൻസീസുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അതൊരു 30-40% ഉണ്ടെങ്കിൽ വരുമ്പം 1-2 യൂണിറ്റ് ഞങ്ങൾക്ക് തരാം, 3 ഒരാളെ നിങ്ങൾ കൊണ്ടുവരണം. ഇറ്റ് ക്യാൻ വർക്ക് ലൈക്ക് ദാറ്റ് എന്നുള്ളത് പറയാം മാഡം. മൈൽഡായിട്ടായിരിക്കാം പറയാം, പക്ഷെ ദാറ്റ്സ് വെരി ക്ലിയർ. കാരണം അവരത് അറിയാതെ ഒരു പക്ഷേ UK-യിലോ അല്ലെങ്കിൽ അവിടേക്കുള്ള ഒരു സിസ്റ്റം പോലെ പറയുന്നതിൽ മീനിങ് ഇല്ല. സോ വി ക്യാൻ ടെൽ. പിന്നെ ബഹളം വെക്കുകയാണെങ്കിൽ കൊടുക്കുക, ബട്ട് വാട്ട് ഹി ടെൽ ഇസ് നോട്ട് റൈറ്റ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ താങ്ക് യു സർ. സാർ, ഒരു ക്വസ്റ്റ്യനും കൂടി സാർ. ഞങ്ങൾക്ക്
ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ബേസിക്കലി കോളേജസ് സ്കൂൾസ് എല്ലാം അടച്ചേക്കുന്ന സമയമാണ്. അപ്പം നമുക്ക് ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് കിട്ടാൻ വളരെ പാടാ ഈ ഹോളിഡേയ്സ് സീസണില്. അപ്പം പിന്നെ ചർച്ചസിലൊക്കെ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്താലും വളരെ കുറവായിരിക്കും. മാക്സിമം 10 or 15 ഒക്കെ ചർച്ചസിൽ കിട്ടത്തുള്ളൂ. അപ്പം അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷനോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അപ്പം ചെയ്യാനുള്ളത്, നമുക്ക് ക്ലബ്സും, ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ ശരിക്കും അത് എങ്ങനെയാ കടന്നുപോയെന്ന് വെച്ചാൽ മാർച്ച് ടു ഏപ്രിൽ നമ്മളുടെ ഇവിടുത്തെ ഒരു DYFI എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. ബട്ട് ദേ സപ്പോർട്ടഡ് അസ്. അവര് ഒരു 1000 ഡൊണേഷൻ ബ്ലഡ് ബാങ്കിന് കൊടുക്കാമെന്ന് ഡിസൈഡ് ചെയ്ത് എല്ലാ ദിവസവും ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ഡോണേഴ്സ് വന്നു. അത് 1200 ഒക്കെ വന്നു. അവർ അങ്ങനെ പറഞ്ഞെങ്കിലും അവർ ദേ റിക്രൂട്ടഡ് ഇറ്റ്. അപ്പം മാർച്ച് തൊട്ടിട്ട് ഏപ്രിൽ പകുതി വരെ അവർ കൊടുത്തു. അപ്പൊ ഏപ്രിൽ മാസം കടന്നു പോയി. മെയ് ഞങ്ങൾ ശരിക്കും സ്ട്രഗിൾ ചെയ്തു. ജൂണും സ്ട്രഗിൾ തന്നെയാണ്, കാരണം നമുക്ക് എഡ്യൂക്കേഷണൽ ക്യാമ്പ്സ് ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പം ആ ഒരു സ്പെസിഫിക് ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ, കാരണം അപ്പൊ നോമ്പ് വരും, അതിൻ്റെയും ഒരു പ്രശ്നമൊക്കെ വരാറുണ്ട് പൊതുവെ. അപ്പം അതിനുവേണ്ടി നമ്മളൊരു സ്പെസിഫിക് ഗ്രൂപ്പ്സിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. ആൻഡ് അത് ഈ പറഞ്ഞ പോലെ ചെറിയ ക്ലബ്സ് ഉണ്ടാവും, ലൈബ്രറി ഗ്രൂപ്പ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ലയൺസ്, റോട്ടറി, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഗ്രൂപ്പ്സ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും ചിലപ്പോൾ നമുക്ക്, നിങ്ങൾ ക്യാമ്പിന് പോയിട്ട് 10 ബ്ലഡിന് വേണ്ടി നിങ്ങൾ പോകുന്നത് തന്നെ 10 പേരാണ്, അങ്ങനെ പോകണമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. സോ ട്രൈ ടു മേക്ക് ഇറ്റ് ഇൻ ഹൗസ്. സ്മോൾ ഗ്രൂപ്പ്സിനെ കണ്ടുപിടിച്ചിട്ട് ഇൻ ഹൗസ് ആക്കുക. അപ്പൊ സത്യത്തിൽ ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ചിലപ്പം കോളേജ് സ്റ്റുഡൻസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു കോളേജിലെ സ്റ്റുഡൻസ് എല്ലാം ചിലപ്പോൾ വെറുതെ ഇരിക്കുകയായിരിക്കും, ആൻഡ് ദേ നീഡ് ടു ഗോ ഔട്ട്. അപ്പൊ നമ്മൾ പറയുകയാണ് കോളേജിൽ വെച്ച് പോയി നടത്തുക എന്നുള്ളത് നടക്കില്ല. സോ നമ്മളുടെ ആ ഒരു ക്യാമ്പിന് നിങ്ങൾ ഇടുന്ന ഒരു ബഡ്ജറ്റിന്റെ സെയിം എമൗണ്ട് തന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടിയുടെ, അതൊക്കെ നമുക്ക് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഈസി. നിങ്ങളുടെ സ്ട്രഗിളിനെ ഓവർകം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 20 ആൾക്കാരുടെ ട്രാവലർ ഇടാം. ഒരു പക്ഷേ 2000 രൂപയൊക്കെ വരുന്നുണ്ടാവുള്ളൂ. അത്രയൊക്കെ നമുക്ക് ഒരു 10-20 കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ അത്രേ വരുള്ളൂ. സോ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പോക്കറ്റ്സിനെ കണ്ടുപിടിച്ചിട്ട് അവരെ അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളവരെ, അപ്പൊ അവർക്ക് ക്യാമ്പ് നടത്താനും റൂം കണ്ടെത്താനും ആ മെനക്കെട് കാരണം അവരുണ്ടാവില്ല. പക്ഷെ പിള്ളേർ ഒരു വാട്സാപ്പ് മെസ്സേജ് ഇടാൻ എല്ലാവരും ജംഗ്ഷനിൽ വന്നിട്ട് നമുക്ക് ഒന്നിച്ച് പോകാന്ന് പറഞ്ഞാൽ ദേ മേക്കാം. അപ്പം അങ്ങനത്തെ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആലോചിക്കേണ്ടി വരും. കൊച്ചു കൊച്ചു ഗ്രൂപ്പ്സിനെ കണ്ടിട്ട് അവരെ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു സൊല്യൂഷൻ ആയിരിക്കും. വലിയ ഗ്രൂപ്പ്സ് ആണെങ്കിൽ നമ്മളിപ്പം അല്ലാത്ത സമയത്ത് നമുക്ക് വലിയ ഗ്രൂപ്പ്സിന്റെ ക്യാമ്പ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ റിക്വസ്റ്റ് ചെയ്യാം. ഞങ്ങൾക്ക് ഏപ്രിൽ മെയ് തീരെയില്ല, കുട്ടികൾക്കും വെക്കേഷൻ ആണ്, അപ്പൊ അവരെയൊക്കെ ഇതിന്റെ പാർട്ടാക്കിക്കൊണ്ട് നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാവോ എന്ന് ചോദിക്കാം അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട്. അങ്ങനെ ഓവർ ആൻ ഇയർ ഓർ 2 അതൊക്കെ ആ ഒരു ട്രെൻഡിനെ മാറ്റിയെടുക്കാൻ പറ്റും. താങ്ക് യു. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിന്റെ അടുത്ത് ചോദിക്കാം. അധികം ഡൗട്ട് ഇല്ല. താങ്ക് യു സർ. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് പലപ്പോഴും ഇതുപോലെ ചിലപ്പം ഭയങ്കര ഷോർട്ടേജുകളൊക്കെ വരാറുണ്ട്. അപ്പം ഇതുപോലെ ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ ഔട്ട്സൈഡ് കണ്ടക്ട് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് ഒരു പ്രോബ്ലം സർ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിന് കുറച്ചും കൂടെ ഈ ഫസ്റ്റ് പ്രിഫറൻസ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിനായിരിക്കും അവര് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് അങ്ങനെ കുറച്ച് തരുന്നതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് പേര്, അത് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാണ്, നമുക്ക് സ്മോൾ ഗ്രൂപ്പ്സിന് കൊണ്ടുവന്നിട്ട് നമ്മുടെ സ്പേസ്, ദിസ് വിൽ ബി എ ക്യാമ്പ്, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം, യു വിൽ ബി അപ്ലോഡഡ്, നിങ്ങൾക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റോ എന്തെങ്കിലുമൊക്കെ ചെറുത്ത് കൊച്ചായാലും മതി. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ ചിലപ്പം ഒരു ഹൗസിംഗ് അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു 50 വീടുകളുള്ള ഒരു കോളനി, ഇങ്ങനത്തെ ചെറിയ ആൾക്കാരുണ്ട്, ഒരു ചെറിയ മോട്ടിവേഷനിൽ അവരൊരു ക്രൗഡായിട്ട് വരും, ഹാപ്പി ആയിട്ട് പോകും. ഇപ്പൊ ഒരു ആഫ്റ്റർനൂൺ നിങ്ങൾക്ക് വലിയ തിരക്കില്ലാത്തൊരു 2 to 4 അവർ ഫുഡൊക്കെ കഴിഞ്ഞ് വന്ന് യു ക്യാൻ പ്ലാൻ ലൈക്ക് ദാറ്റ്. അത് നിങ്ങളുടെ ഒരു മാക്സിമം ഒരു 20-25 കിലോമീറ്റർ ചുറ്റളവിൽ എങ്ങനെയൊക്കെ അത് ടാപ്പ് ചെയ്യാം എന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ, ഒരു ലെയർ ഒന്ന് താഴേക്ക് ഇറങ്ങി ചിന്തിച്ചിറങ്ങിയ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ സർ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ സാറിന്റെ അടുത്ത്? ഓക്കെ, താങ്ക് യു സർ. ആൻഡ് സാറാണ് നെക്സ്റ്റ് ഈ സ്റ്റേറ്റ് ലെവലിൽ വോളണ്ടറി ബ്ലഡ് ഡോണേഴ്സ് ഡേയുടെ ഫംഗ്ഷൻ ആക്ച്വലി സ്റ്റേറ്റ് ലെവലിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഓൾ ദി ബെസ്റ്റ് സർ, ആൻഡ് താങ്ക് യു സർ. Thank you Anuba and team for giving me this opportunity. Thanks a lot.
താങ്ക്